ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്താണ് സാഹിത്യം ശരിക്കും. നമുക്ക് ഭയങ്കരമായ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് സെന്റൻസുകളുടെ ഭംഗിയാണോ അതോ നമ്മൾ കാണാത്ത ലോകങ്ങൾ നമ്മളെ കാണിക്കുന്നതാണോ? തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഹരം പിടിച്ചു, കൊള്ളാം. കാരണം ജീസസിനെ നമ്മൾ ഇതുവരെ കാണുന്ന ജീസസ് അല്ല നമുക്കുള്ളത്, ഒരു പാവപ്പെട്ട അപ്പാവി ഒരു തന്നെ ഒരു സംഗതിയിൽ. പിന്നെ ഞാനത് ബിൽഡ് ചെയ്ത് വരുമ്പം പതുക്കെ പതുക്കെ ഞാൻ പുറകിലോട്ട് മാറുകയും മരിയ വരികയും പിന്നെ അതുപോലെ പതുക്കെ പതുക്കെ ക്യാരക്ടേഴ്സ് തോന്നിയ സാധനം എഴുതുന്നത്. അപ്പോൾ നമ്മൾ തോന്നിയ എഴുത്ത് തന്നെ ആയിട്ട് അങ്ങനെ പോവുക ചെയ്യുന്നത്. അത് ഞാൻ ഈ 10-25 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന തിയറി അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫി ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഇതേ വരുന്ന കുഞ്ഞുമറിയും ഒരു കൂട്ടം ആൾക്കാരും ഇതേ ഫിലോസഫിയാണ് മരിയ വെറും മരിയയിൽ സന്ധ്യ പറയുന്നത്. വേൾഡ് ലിറ്ററേച്ചറിൻ്റെ ഇതുവരെയുള്ള നറേറ്റീവിൽ നമ്മൾ കാണാത്ത ഒരു ഭ്രാന്താവസ്ഥയുണ്ട്. കാരണം സുഖാവസ്ഥയിലുള്ള മറിയ. മറ്റത് നമ്മൾ കാണുകയാണ്. കാരണം ഭ്രാന്തൻ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ഭ്രാന്തില്ലാത്തവർ ചേർന്ന് വിശകലനം ചെയ്യുന്ന ഒരു രൂപപ്പെടലിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിനകത്തെ ക്യാരക്ടർ. തനിയാവർത്തനത്തിൽ അമ്മ മകനെ കൊല്ലുന്നു, കാരണം ഭ്രാന്താണ്, ഇനി ഒരു നിവൃത്തിയില്ല എന്ന മട്ടില്. ഭയങ്കര അപകടം പിടിച്ച നെറേറ്റീവ്സ് ആണ് ഇതൊക്കെ. ഇപ്പോഴിപ്പം MT മരിച്ചു. അപ്പോൾ ആ സമയത്ത് തന്നെ അതിൽ കാണാം എത്ര പേരാണ് ഇതൊക്കെ ഇരുട്ടിൻ്റെ ആത്മാവിനെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇപ്പോഴത്തെ ഇപ്പം നിന്നിട്ട് പോലും ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇത് സാഹിത്യത്തിലെ ഗംഭീര അവസ്ഥകളാണെന്ന് പറയുന്നതാണ്. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ പലരും നോർമൽ അല്ല എന്നുള്ള ബ്രാൻഡ് വീട്ടുകാരോ സമൂഹമോ സമൂഹം തന്നെ കാർത്തിക നമുക്കൊരു വലിയ സമാധാനമാണ്. അതിനകത്ത് കയറിയാൽ നമുക്ക് നമ്മളെ പോലെയുള്ള കുറേ മനുഷ്യരുണ്ട് അതിനകത്ത്. കുട്ടികൾ കാണുന്ന ലോകം അതേപോലെ പറയാ, പക്ഷെ അതേസമയം ആ ലോകവും കോംപ്ലക്സ് ആണ്. കാരണം കുട്ടികൾ ലോകം കാണുന്നതും വളരെ കോംപ്ലക്സ് ആയ രീതി. നമ്മളിങ്ങനെ കുട്ടികൾ നിഷ്കളങ്കരാണ്, ഇങ്ങനെ എന്താ വൺ ഡയമെൻഷൻ ആണ് എന്നൊക്കെ നമ്മളെ സൊസൈറ്റി പറയെങ്കിലും കുട്ടികൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആൾക്കാർ. ലോകം കാണുന്നത് വളരെ കോംപ്ലക്സ്. ഒരാൾ എന്നോട് ചോദിച്ചു മുണ്ടിന് പകരം സരോങ് നാക്കിക്കൂടെ. അപ്പൊ ഞാൻ ചോദിച്ചു ഈ സരോങ് ഏത് ഭാഷയാ? ഇംഗ്ലീഷ് അല്ലേ? അല്ല, ഇന്തോനേഷ്യൻ ആണ്. അത് ഉപയോഗിച്ച് ഇംഗ്ലീഷിന്റെ ഭാഗമായി. അങ്ങനെ മുണ്ടും ഒരു കാലത്ത് കിവോണ പോലെ സരോങ് പോലെ ഇംഗ്ലീഷ് ഭാഷയുടെ ഭാഗമാവട്ടെ. 2018 ഈ നോവല് പുസ്തകമായിട്ട് ഇറങ്ങുന്നത്, മറിയ വെറും മറിയ. അപ്പോൾ അതിനിടയിലുള്ള കാലം എന്ന് പറയുന്നത് സന്ധ്യ മേരി തന്നെ ജയശ്രീയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നോട്ടുകൾ എഴുതുന്ന കാലമായിരുന്നു. വളരെ ആ കാലം ഇപ്പോൾ തുടങ്ങിയെന്ന് പറയുന്നില്ല, പക്ഷേ വളരെ കാലം നോട്ടുകൾ എഴുതി ആരെയും കാണിക്കണമെന്ന് പ്രതീക്ഷിച്ചതല്ല, നോവലാക്കണമെന്ന് മാറ്റണമെന്നോ പ്രതീക്ഷിച്ചതല്ല. പലതും എഴുതിയത് ഇംഗ്ലീഷിൽ എഴുതിയ നോട്ടുകളായിരുന്നു. അപ്പം ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഡയറി കുറിപ്പുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എഴുതി വെച്ചിരുന്ന ജോട്ടിങ്സ് ആണ് പിന്നീട് നോവലായിട്ട് രൂപാന്തരം വരുന്നത്. സെലിബ്രേറ്റിംഗ് എവറിത്തിങ് നോൺ നോർമൽ എന്നാണ് അതിനെപ്പറ്റി ഒരു വരി അതിനകത്ത് എനിക്ക് വായിക്കാൻ പറ്റിയത്. ശരിയാണ്, നമ്മൾ ഒരു കാലത്ത് ഇത് നോവലായി മാറുമെന്നോ അല്ലെങ്കിൽ നോവലാണ് ഞാൻ എഴുതുന്നതെന്നോ മനസ്സിലാക്കാതെ ഇങ്ങനെ എഴുതുമ്പോൾ, പക്ഷേ കുഞ്ഞു മരിയ എഴുതുന്ന രീതിയിലാണ് ആദ്യം അതിൻ്റെ രൂപപ്പെടൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് തുടക്കം തന്നെ ഈ നോവൽ കൺസീവ് ചെയ്യപ്പെട്ടിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ നോവൽ എന്നുള്ള ഐഡിയയേക്കാൾ ഇപ്പം ഞാൻ അതിന് മുമ്പ് തന്നെ ഓൾറെഡി കുറച്ച് കഥയൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് പിന്നെ ഒന്നും എഴുതാണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഒരു 3-4 കഥയൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എഴുത്ത് മനഃപൂർവ്വമായിട്ടല്ല, ജസ്റ്റ് അങ്ങ് നിർത്തിയിരിക്കുന്ന സമയമാണ്. അപ്പം ബേസിക്കലി ഇതിനകത്തുള്ള ഒരു ഐഡിയ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് എത്ര നമുക്കിടെ കിളി പോകുന്ന നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു ഇത്. അപ്പോൾ ഒരിക്കലും ഇത് നോവലാവുന്നോ ആൾക്കാർ വായിക്കുന്നോ നമ്മൾ വിചാരിക്കാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നത് എന്തും എഴുതാം. അപ്പോഴത് തുടങ്ങുന്നത് കുഞ്ഞുമരിയ എന്നുള്ള ഇതിലല്ല, അത് തുടങ്ങുന്നത് മരിയയും ജീസസുമായിട്ടുള്ള കോൺവെർസേഷൻ. അത് ആ സമയത്ത് മരിയേക്കാൾ ഉള്ളത് ഞാനാണ് തുടക്കത്തിൽ. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഹരം പിടിച്ചു, കൊള്ളാം. കാരണം ജീസസിനെ നമ്മൾ ഇതുവരെ കാണുന്ന ജീസസ് അല്ല നമുക്കുള്ളത്, ഒരു പാവപ്പെട്ട അപ്പാവി ഒരു തന്നെ ഒരു സംഗതിയിൽ. പിന്നെ ഞാനത് ബിൽഡ് ചെയ്ത് വരുമ്പം പതുക്കെ പതുക്കെ ഞാൻ പുറകിലോട്ട് മാറുകയും മരിയ വരികയും പിന്നെ അതുപോലെ പതുക്കെ പതുക്കെ ക്യാരക്ടേഴ്സ് തോന്നിയ സാധനം എഴുതുന്നത്. അപ്പോൾ നമ്മൾ തോന്നിയ എഴുത്ത് തന്നെ ആയിട്ട് അങ്ങനെ പോവുക ചെയ്യണത്. പക്ഷെ കുറേ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ഭാഷയൊന്നും നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യമില്ല. ഇംഗ്ലീഷിൽ അപ്പോൾ അത് ഇംഗ്ലീഷിൽ തുടങ്ങാനുള്ള കാര്യം ഞാൻ ഒത്തിരി ട്രാൻസ്ലേഷൻ ചെയ്യണ സമയമാണത്. മലയാളത്തിലോട്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷിലോട്ടും ചെയ്യണ സമയമായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും വാട്ട് ആർ യു ഡൂയിങ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൂട്ടത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു സാധനം അറിയാണ്ട് മനസ്സിൽ വരുന്ന പോലെ അത്രയ്ക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട് ആ സമയത്ത്.
അപ്പോൾ തന്നെയല്ല കുറച്ച് നമ്മൾ ഈ സാധാ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച പിള്ളേർക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ പിന്നെ വലിയ കോളേജിൽ, നഗരത്തിലെ കോളേജിൽ, ഞാൻ ഭയങ്കര നാട്ടിൻപുറത്ത് പഠിച്ച ആളാണ്. നഗരത്തിലെ കോളേജിലോട്ടൊക്കെ ചെല്ലുമ്പം നമുക്ക് ഭയങ്കര ക്രൈസിസ് ആവും. നമുക്ക് നല്ല ഗ്രാമറൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇവരുടെ ഇടയിൽ ഇവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ എന്ത് ചെയ്യും. മലയാളത്തിന് പോലും വ്യത്യാസമുണ്ടല്ലോ നഗരത്തിലേക്ക് വരുമ്പോൾ. അതെ, നഗരത്തിലോട്ട് വരുമ്പോൾ നമ്മൾ അവിടെ നമ്മളാണ്, ഇവിടെ ചെല്ലുമ്പോഴേക്കും ഭയങ്കര ടോട്ടലി വ്യത്യാസമല്ല. ഞാൻ സെന്റ് ജോസഫിലാണ് പഠിച്ചത്, അപ്പം മനസ്സിലാവില്ല ഏത് സ്ഥലത്തോട്ടാണ് ഞാൻ ചെല്ലുന്നതെന്നുള്ളത്. സാധാ മലയാളം എടുത്തിട്ട് നമ്മൾ ഭയങ്കര കൾച്ചറലി വ്യത്യാസമുള്ള സ്ഥലത്തോട്ടില്ല. അപ്പം ആ ഒരു സമയം തൊട്ട് എനിക്കറിയാം നമ്മുടെ ഗ്രാമർ നല്ലതാണ്, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഇംഗ്ലീഷിൽ ഒരു കയ്യിൽ ഒതുങ്ങണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആരോ പറഞ്ഞു ഇംഗ്ലീഷിൽ ആലോചിക്കലാണ് അതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ആലോചിക്കാൻ തുടങ്ങി. ഇതെനിക്ക് ഭയങ്കര ഹരം പിടിച്ച ഈ സാധനം. എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കണം, നമുക്ക് വേറൊരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒന്നാമത്തെ നമുക്ക് വേറെ കൾച്ചറിലോട്ട് നമ്മളെ എവിടെ വേണേലും പറിച്ചു നടാൻ പറ്റും. അതുകൊണ്ട് അപ്പൊ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് ഞാനത് ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങിയത്. എനിക്ക് ബേസിക്കലി ഇപ്പോഴും ആദ്യം ഇംഗ്ലീഷിൽ, അത് ഗ്രാമർ എത്ര കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ പിന്നത്തെ കാര്യം, പക്ഷെ ഇംഗ്ലീഷിൽ എനിക്ക് പെട്ടെന്ന് വരും. എനിക്ക് പല കഥ ആലോചിക്കുമ്പോഴും തുടക്കത്തിലെ കാര്യങ്ങൾ എനിക്ക് ഇംഗ്ലീഷിലാണ് വരാറുള്ളത്. അത് ഇത് ഒത്തിരി വർഷമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാണ്. അതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, ഓക്കെ അപ്പോഴേക്കും നമ്മൾക്ക് ഇഷ്ടമുള്ള ചാണ്ടിപ്പട്ടിയൊക്കെ നമ്മൾ വഴിയിൽ കണ്ട ഒരു ടോട്ടലി ഒരു തലതെറിഞ്ഞ പട്ടിയുടെ ഐഡിയ എന്നാ വന്നത്. ഈ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതിന് നമ്മൾ പല രീതിയിലും അത് കൂടുതൽ വിശദീകരിക്കാൻ പറ്റിയ ജസ്റ്റിക്കാണ്, ജെസ്സിയുടെ ഒരു മേഖലയും കൂടിയാണ്. പക്ഷെ ഞാൻ അതിനിടയിൽ ചോദിക്കുന്നത്, ഭ്രാന്ത് ഒരു മാനസികാവസ്ഥ, മാഡ്നസ് എന്നുള്ളതൊരു മാനസികാവസ്ഥ പോലെ തന്നെ ഒരു ഭാഷാവസ്ഥയും കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ നോവലിൽ നമ്മൾ കാണാൻ പറ്റുന്നത് ഒരു ഭ്രാന്ത് എന്നുള്ള ഒരു മാനസികാവസ്ഥയുടെ ഒരു ഡയറക്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഭാഷ പോകുന്നത്. കാരണം ഭാഷയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വളരെ പ്രാദേശികാവസ്ഥയിൽ രൂപപ്പെടുന്ന ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ നമ്മളിപ്പം പുതിയ മലയാള നോവലിലാണെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ രാജശ്രീയുടെ അല്ലെങ്കിൽ ഹരീഷിൻ്റെ, നമ്മുടെ വിനോയ് തോമസ് ഒക്കെ ചെയ്യുന്ന, ഷാജികുമാറൊക്കെ ചെയ്യുന്ന സംഗതികളിൽ വളരെ പ്രാദേശിക സ്വഭാവമുള്ള, ഭാവവ്യത്യാസമുള്ള ഭാഷ വളരെ കൃത്യമായിട്ട് രൂപപ്പെടുകയും അതിനകത്ത് വളരെ മനോഹരമായിട്ട് എഴുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തും ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഇപ്പം ക്യാരക്ടേഴ്സ് ആണെങ്കിലും മാത്തിരി വല്യമ്മ ആയാലും ശരി, ഗീവർഗീസ് ആയാലും ശരി, മരിയയ്ക്ക് തന്നെയും പ്രാദേശിക ഭാഷാ ഭേദങ്ങളിൽ തന്നെ സംസാരിക്കുകയും ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യാവുന്ന സാധ്യതകളുണ്ടായിരുന്നു. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു പ്രാദേശിക രൂപ ഇതിലേക്ക് പോകുന്നില്ല. പല സ്ഥലത്തും അത്ര വാക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഷാഘടന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ നോവലുകളിലുള്ളതുപോലെയല്ല. ഒരു ശരിക്കും ചോദിച്ചാൽ ഭ്രാന്തിൻ്റെ ഒരു ഭാഷാവസ്ഥ പലപ്പോഴും പ്രാദേശികമായി കൊള്ളുന്നില്ല. നമ്മൾ എഴുതപ്പെടുന്ന ഒരു രീതിയിലേക്കൊക്കെ അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുകയാണോ ചെയ്തത്? അതിന് അത്തരത്തിലുള്ള പ്രാദേശിക ഭാഷാഭേദങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കാരണം ഇതിൻ്റെ ക്യാരക്ടേഴ്സിന് ഒരു പ്രത്യേക ഭാഷ, അവരുടെ ആ തനിമയാർന്ന ഭാഷയിൽ തന്നെ സംസാരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പ്രാദേശിക ഭാഷ കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടില്ല. അത് ഇത് വായിച്ചിട്ട് ചിലർ ചോദിക്കുകയും ചെയ്തത് കുറെ അങ്ങനെ ഉണ്ടല്ലോ, പക്ഷെ മുഴുവൻ അങ്ങനെയല്ലോ. ഞാൻ ഭാഷയിൽ അതിനകത്ത് പ്രാധാന്യം കൊടുത്തത് ഈ പറഞ്ഞ സംഗതി തന്നെയായിരുന്നു. അതായത് ഒരു മരിയൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഒരു മരിയൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ആ ഭാഷയും വന്നേക്കുന്നത്. അതിന് ഇപ്പം പുസ്തകം ഒട്ടും നോൺ ലീനിയർ രീതിയിൽ അങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ടല്ല നോവല്. അതും ഈ പറഞ്ഞ അതിനകത്ത് ഒരു അങ്ങനത്തെ മനസ്സുള്ള ഒരാളാണ് കഥ പറയുന്നത്. അപ്പൊ ആ ഭാഷയും മരിയ പറയുന്ന ഭാഷയാണ്. അത് എന്തും ആവാം, അത് ഇംഗ്ലീഷ് ആവാം, മരിയ ഉണ്ടാക്കിയേക്കുന്ന വാക്കാവാം, പ്രാദേശികമായിട്ടുള്ള വാക്കാവാം, ഇനി വരമൊഴിയും ആകാം. അത് മരിയയുടെ ഇഷ്ടം. അങ്ങനെ തന്നെയാണ് അത് പ്ലാൻ ചെയ്തിരുന്നത്. നേരത്തെ പറഞ്ഞ കുറിപ്പുകൾ അല്ലെങ്കിൽ നോട്ട്സ് എന്നുള്ളതിൽ നമ്മൾ പുസ്തക രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നോവൽ എന്നുള്ള ഒരു അതിൻ്റെ ഒരു നറേറ്റീവിലേക്ക് മാറ്റുന്ന സമയത്ത് ഈ ഭാഷാ പ്രശ്നം ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഭാഷ എനിക്ക് ഒരിക്കലും ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്താണ് സാഹിത്യം ശരിക്കും. നമുക്ക് ഭയങ്കരമായ നല്ല വാക്കുകൾ പറഞ്ഞിട്ട് സെന്റൻസുകളുടെ ഭംഗിയാണോ അതോ നമ്മൾ കാണാത്ത ലോകങ്ങൾ നമ്മളെ കാണിക്കുന്നതാണോ? ഇതിനകത്ത് ഏതാണ് സാഹിത്യം? ഞാൻ എപ്പോഴും രണ്ടാമത്താണ് എന്നെ സംബന്ധിച്ച് സാഹിത്യം. എന്നെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ സാഹിത്യത്തിന് കാണിച്ചു തരാൻ പറ്റണം. പക്ഷെ വലിയ വലിയ വാക്കുകളും ഭയങ്കര സാഹിത്യ ഭംഗിയെ, സോക്കോൾഡ് സാഹിത്യ ഭംഗിയേക്കാൾ ഞാൻ എപ്പോഴും നോക്കുന്നത് അതാണ് എനിക്ക് ഭാഷ. വേറൊരു ലോകം ഈ വായിക്കുന്ന ആളെ കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതിന് പറ്റിയ കൃത്യമായിട്ട് ഇന്ന ഭാഷ അതിനകത്ത് ഞാൻ ഫോളോ ചെയ്യുന്നില്ല. എന്തും അപ്പപ്പ ആ ക്യാരക്ടറിന്റെ ഒരു രീതിക്ക് അനുസരിച്ചിട്ടാണ് പോകുന്നത്. മരിയ പോലും പല സമയത്തും പല രീതിയിലാണ്
ഭാഷ കൃത്യമായിട്ടൊരു ഇത് ചെയ്യുന്നില്ല അതിനകത്ത്. ഈ ഭ്രാന്ത് എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ മാനസികാവസ്ഥ, ഭാഷാവസ്ഥ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ജയശ്രീ കളത്തിൽ ശരിക്കും ഒരു ആക്ടിവിസ്റ്റ് റിസർച്ചറും കൂടിയാണ് ഭ്രാന്ത് എന്നുള്ള ആ ഒരു പ്രത്യേക ഒരു സ്ഥിതിയെക്കുറിച്ചുള്ള. അപ്പോൾ ഇതിനകത്തുള്ള ക്യാരക്ടർ പ്രത്യേകിച്ചും കുഞ്ഞുമറിയ തൊട്ടിങ്ങോട്ടെ അതിന് ഒരു ഈ പറഞ്ഞ മാനസികാവസ്ഥ, നമ്മൾ ഭ്രാന്ത് എന്നുള്ളത് പ്രാന്തൻ എന്നും മറ്റു പലതരത്തിലും പറയുന്ന മാഡ്മാൻ എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് വേറെ രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്, പ്രത്യേകിച്ചും ഒരു മാനുഷികാവസ്ഥ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റിസർച്ചറും കൂടിയാണ് ജയശ്രീ. അപ്പോൾ ഇതിനകത്തുള്ള ഈ ക്യാരക്ടറുമായിട്ടുള്ള ആദ്യത്തെ ഒരു ഒരു ബന്ധപ്പെടൽ മീൻസ് അതിനോടുള്ള ഒരു അടുപ്പം വരുന്നത് ഈ താങ്കൾ റിസർച്ച് ചെയ്യുന്ന ഒരു മേഖലയും അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ. അതെങ്ങനെയാണ് ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത്? ബന്ധം സ്ഥാപിക്കുന്നത് ആദ്യമായിട്ടും അവസാനമായിട്ടും വായനയിലൂടെ. അപ്പം നമ്മൾ വായിക്കുമ്പം പ്രത്യേകിച്ച് ഈ പ്രത്യേകിച്ചും കുഞ്ഞു മറിയ ആണ് കൂടുതൽ എന്നെ ഈ പുസ്തകം ആദ്യം വായിക്കുമ്പം നല്ല രസമായിട്ട് തോന്നുന്നത്. നമ്മുടെ സൊസൈറ്റികളിൽ, നമ്മുടെ കേരളത്തിലെ മാത്രമല്ല പൊതുവെ എല്ലാ സ്ഥലത്തും ഭ്രാന്ത് എന്നത് ഒരു പ്രശ്നമായിട്ട് കാണുന്നു. അതായത് ഒരു അസുഖം, അതല്ലെങ്കിൽ നോർമൽ അല്ലാത്ത ഒരവസ്ഥ, അബ്നോർമാലിറ്റി, ഡിസോർഡർ, ഇൽനെസ്, ഇതൊക്കെയാണ് വിളിക്കുന്നത്. ഭ്രാന്ത് തന്നെ വിളിക്കാറില്ല, മെൻ്റൽ ഇൽനെസ്, മെൻ്റൽ ഡിസോർഡർ എന്നൊക്കെ വിളിക്കുന്നത്. ഇതിനെതിരായിട്ടാണ് ഞാൻ കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഭ്രാന്തിനെ നമ്മുടെ മനുഷ്യാവസ്ഥയുടെ ഒരു ഭാഗമായിട്ട്, അതിൽ ചിലർക്ക് കുറച്ച് ഡിസ്ട്രെസ് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഡിസ്ട്രെസ് ഉള്ളവർക്കും സപ്പോർട്ട് വേണം എന്നുള്ള രീതിയിൽ, അല്ലാതെ ഇതൊരു എന്താ പറയുക ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖം എന്ന നിലയിൽ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പം എന്നെ ഈ പുസ്തകത്തിലേക്ക് അട്രാക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ തിയറി ഒന്നും കൂടാതെ, അത് ഞാൻ ഈ 10-25 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന തിയറി അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫി ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഇതേ വരുന്ന കുഞ്ഞുമറിയും ഒരു കൂട്ടം ആൾക്കാരും ഇതേ ഫിലോസഫിയാണ് വെറും മരിയയിൽ സന്ധ്യ പറയുന്നത്. അതിലിപ്പോൾ എല്ലാവർക്കും ഗീവർഗീസ് തൊട്ട് എല്ലാവർക്കും ചെറിയ ചെറിയ ഭ്രാന്തുകൾ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം പിന്നെ ജയശ്രീയുടെ വായനയിൽ ജയശ്രീ ചെയ്തുകൊണ്ടിരിക്കുന്ന അതും കൂടി ഇപ്പം വിശദീകരിക്കണം എനിക്ക് തോന്നുന്നത്. എന്താണ് ഈ ട്രാൻസ്ലേഷൻ എന്നുള്ള ഒരു പ്രവൃത്തിക്ക് പുറമെ ജയശ്രീ ചെയ്യുന്ന ഈ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള പഠനങ്ങൾ എങ്ങനത്തേതാ? സമൂഹം പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ എല്ലാ സമൂഹത്തിനും അതിൻ്റെതായ നിയമങ്ങളും തത്വങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാകപ്പെടാതെ പോകുന്ന ആൾക്കാരെ മെൻ്റൽ ഇൽനെസ് എന്ന പേരിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. പല രോഗങ്ങളും വെച്ച് നോക്കിയാൽ ഈ ഭ്രാന്തിനും അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ്സിനും മാത്രമാണ് ഒരു നിയമമുള്ളത്, മെൻ്റൽ ഹെൽത്ത് ലോ. അതായത് എനിക്ക് ചികിത്സ വേണ്ടെങ്കിലും എന്നെ നിർബന്ധിച്ച് ചികിത്സിപ്പിക്കാവുന്ന ഒരേ ഒരു അസുഖം ഭ്രാന്താണ്. വേറെ ഇപ്പം എനിക്ക് ക്യാൻസർ ഉണ്ട്, എനിക്ക് ചികിത്സ വേണ്ടെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എന്നേ പറയുള്ളൂ. കാരണം എന്നെ നിർബന്ധിക്കാൻ പറ്റില്ല. സ്നേഹത്തോടെയൊക്കെ പറഞ്ഞു വെക്കാന്നല്ലാതെ നിയമപരമായിട്ട് എന്നെ ക്യാൻസറിനെ ചികിത്സിപ്പിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, സ്കിസോഫ്രീനിയ ഉണ്ട് എന്നുള്ള ഈ പേരുകളിട്ട് വിളിക്കുന്ന മെൻ്റൽ ഇൽനെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ നിർബന്ധിച്ച് ചികിത്സിപ്പിക്കാം. അതിൻ്റെ അർത്ഥം മനുഷ്യാവകാശം വളരെ ലംഘിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ മെൻ്റൽ ഇൽനെസ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന സൈക്കാട്രിയൊക്കെ കൊണ്ട് നടക്കുന്ന സാധനങ്ങൾ. ഇതിനെതിരായിട്ടാണ് എൻ്റെ ഫുൾ വർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പൊതുവെ പറയാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ പലർക്കും നമ്മൾ മാനസിക രോഗം എന്ന് പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് പറയുന്നത് പലതും സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന സംഭവങ്ങളാണ്. അതായത് എനിക്ക് ഈ സമൂഹവുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാതിരിക്കുമ്പോൾ എൻ്റെ ഡിസ്ട്രെസ്, എൻ്റെ അതിനുള്ള വിഭ്രാന്തി എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് ഭ്രാന്ത്. അപ്പം നമ്മൾ അതാണോ ചികിത്സിക്കേണ്ടത്, അതോ എനിക്കിത് പറ്റാത്ത ഈ ആളെയാണോ ചികിത്സിക്കേണ്ടത്? അതായത് നമ്മൾ സമൂഹത്തെ അല്ലേ ചികിത്സിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ആണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ പല ഭാവങ്ങളായിട്ടാണ് ഇതുവരെ ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ മരിയ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഈ അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം നേരത്തെ ഭാഷയെ കുറിച്ച് പറഞ്ഞു, ഭ്രാന്ത് ഭാഷാവസ്ഥ കൂടിയാണെന്നുള്ളത് വളരെ കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ പല സമൂഹത്തിലും നമ്മൾ ഭ്രാന്ത് എന്ന് വിളിക്കുന്നത് ആ സമൂഹത്തിൻ്റെ കൾച്ചർ, ഭാഷ, അവരുപയോഗിക്കുന്ന ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഭ്രാന്ത് എന്താണെന്ന് പറയുന്നത്. പക്ഷേ സന്ധ്യ ചെയ്തേക്കണെന്ന് വെച്ചാൽ ഇതിലെ പല കഥാപാത്രങ്ങളും പല തരത്തിലുള്ള ഭാഷകൾ പറയുന്നുണ്ട്, പല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണ ലോകമാണത്. ഐ മീൻ ആഫ്റ്റർ നമ്മൾ എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാരണ ഒരു കമ്മ്യൂണിറ്റിയാണ്, ബന്ധങ്ങളും എല്ലാം ഉള്ള. അതിൽ ശരിക്കും അങ്ങോട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ട്രാൻസ്ലേഷൻ എന്ന രീതിയിൽ ഈ പുസ്തകം കാണിക്കുന്ന വഴിയേ പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അതിൽ അത്രയും എന്ത് വാക്ക് ഒരു വാക്കിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ അതിന് ഈ ബാക്ക്ഗ്രൗണ്ട് വളരെ ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പം വേൾഡ് ലിറ്ററേച്ചറിന്റെ ഒരു വലിയ ഇത് ജസ്റ്റ് എന്തായാലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും, വായനയിൽ കൂടിയും അല്ലാതെ ഈ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ടും ചെയ്തിട്ടുണ്ടാവും.
എന്നാൽ അതിലൊക്കെ തന്നെ നമ്മൾ ഈ ഭ്രാന്തായ അവസ്ഥ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ വേൾഡ് ക്ലാസിക് ലിറ്ററേച്ചറിലൊക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആ ഭ്രാന്തായ അവസ്ഥയുള്ള ഒരാളെ പ്രത്യേകിച്ചും മാറ്റി നിർത്തി വളരെ മോസ്റ്റ് സെയിൻ ആയിട്ടുള്ള, അതായത് നമ്മൾ ഇപ്പോൾ വെരി ഇൻസൈൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുമ്പം വളരെ ബോധത്തോടു കൂടി നമ്മൾ പൊതുസമൂഹം പറയുന്ന ഭ്രാന്തില്ലായ്മയിൽ നിന്നും അതിനെ കാണുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇവിടെയാണെങ്കിൽ മറിയ, കുഞ്ഞു മറിയ തൊട്ട് ഇങ്ങോട്ടെ അതൊരു സുഖാവസ്ഥയിലാണ്. ഭ്രാന്ത് എന്നുള്ള സുഖാവസ്ഥയാണ് സന്ധ്യാമേരിയുടെ നോവലിൽ രൂപപ്പെടുന്നത്. ഈ രണ്ടവസ്ഥകളുണ്ടല്ലോ. കാരണം നമ്മുടെ വേൾഡ് ലിറ്ററേച്ചറിൻ്റെ ഇതുവരെയുള്ള നറേറ്റീവിൽ നമ്മൾ കാണാത്ത ഒരു ഭ്രാന്താവസ്ഥയുണ്ട്. കാരണം സുഖാവസ്ഥയിലുള്ള മറിയ. മറ്റത് നമ്മൾ കാണുകയാണ്. കാരണം ഭ്രാന്തൻ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ഭ്രാന്തില്ലാത്തവർ ചേർന്ന് വിശകലനം ചെയ്യുന്ന ഒരു രൂപപ്പെടലിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിനകത്തെ ക്യാരക്ടർ. ആ ഒരു വ്യത്യാസം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തില്ലേ ജയശ്രീക്ക്? നോട്ട് സോ വേൾഡ് ലിറ്ററേച്ചറിലല്ല, പൊതുവെ മലയാളം ലിറ്ററേച്ചറിൽ തീർച്ചയായിട്ടും സ്ട്രൈക്ക് ചെയ്ത്. കാരണം മരിയയെ ഞാൻ വായിക്കുന്നത് വേൾഡ് ലിറ്ററേച്ചറിന് കമ്പയർ ചെയ്തിട്ടല്ല, മലയാളം ലിറ്ററേച്ചറിന് കമ്പയർ ചെയ്ത് കൂടി വന്ന ഇന്ത്യൻ ലിറ്ററേച്ചറിന്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഭ്രാന്തിനെ എങ്ങനെ ആൾക്കാർ കാണുന്നു അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത് അതും കൾച്ചറലി ലിംഗ്വിസ്റ്റിക്കലി സ്പെസിഫിക് ആയിട്ടുള്ള ഇതാണ്. അപ്പൊ ഈ വേൾഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. മലയാളം ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ മലയാളം ലിറ്ററേച്ചറിലാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പുസ്തകങ്ങൾ ഏതാ? ഇരുട്ടിന്റെ ആത്മാവ്, പിന്നെ എന്താണ് കുട്ടിയടുത്തി, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ, അല്ലെങ്കിൽ തനിയാവർത്തനം എന്ന സിനിമകൾ പലതും ഉണ്ട്. അതെ, ആ ഒരു രീതിയിൽ. അതല്ലാതെ സാറാ ജോസഫിന്റെ കഥകളുണ്ട്, BM സുഹറയുടെ ഒരു കഥയുണ്ട്, ഗ്രേസിയുടെ കഥയുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. അപ്പം രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, ഈ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നതും ഭ്രാന്തി ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് നോക്കിക്കൊണ്ടാണ്. അതായത് ഈ പിന്നെ എന്താ പറയുക, ഇൻസെയിൻ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ നോർമൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ അബ്നോർമൽ എന്ന് വിളിക്കുന്ന അവസ്ഥയെ കാണുന്ന പോലെയാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ വരാം. ഒന്ന്, ഫെമിനിസ്റ്റ് ക്രിട്ടീക്കാണ് സാറാ ജോസഫും സുഹറയും ഗ്രേസിയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടീക്കാണ്. അതായത് സ്ത്രീകളെ എങ്ങനെ ഭ്രാന്തി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ അവസ്ഥ, ഏതവസ്ഥയിലാണ് അവരിങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്രിട്ടീക്ക് ഉണ്ട്. അത് വളരെ ഉപകാരമുള്ള, വളരെ ആവശ്യമുള്ള ഒരു സംഭവമാണ്. പക്ഷെ മറ്റ് പലതിലും ഈ ഭ്രാന്ത് എന്നുള്ളത് ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത, നമുക്ക് ദയ അല്ലെങ്കിൽ എന്താ പറയുക സങ്കടം മാത്രം തോന്നേണ്ട ഒരു മനുഷ്യനെ അല്ലാതായി പോകുന്നതിൽ നമ്മൾ ഇങ്ങനെ കരഞ്ഞ് ഇതാവേണ്ട, അല്ലെങ്കിൽ വിധിയെ പഴിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിട്ടാണ് സിനിമയിലെ കോമഡി. മറ്റേ ഉള്ളടക്കം, തളവട്ട, ഇതൊക്കെ അറിയാലോ. അല്ലെങ്കിൽ ഈവൻ മണിച്ചിത്രത്താഴിലും പപ്പു, പിന്നെ വെള്ളം ചവിട്ടാതെ, ഇങ്ങനെ പല കോമഡി ആയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താ പറയുക, ഒരു നോവലിലോ കഥയിലോ സിനിമയിലോ ഭ്രാന്തനാണ് ഏറ്റവും സെൻട്രൽ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെയാണ് കാണുന്നത്. അതായത് തനിയാവർത്തനത്തിൽ അമ്മ മകനെ കൊല്ലുന്നു, കാരണം ഭ്രാന്താണ്, ഇനി ഒരു നിവൃത്തിയില്ല എന്ന മട്ടില്. അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഭയങ്കരമായ മനുഷ്യാവകാശം അല്ലെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്നുള്ളത് ഭയങ്കര അപകടം പിടിച്ച നറേറ്റീവ്സ് ആണ് ഇതൊക്കെ. വളരെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന നറേറ്റീവ്സ് ആണ്. പക്ഷെ ഇപ്പോഴും അത് വായിച്ച്, ഇപ്പോഴിപ്പം MT മരിച്ചു, അപ്പോൾ ആ സമയത്ത് തന്നെ അതിൽ കാണാം എത്ര പേരാണ് ഇതൊക്കെ ഇരുട്ടിന്റെ ആത്മാവിനെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഇപ്പോഴത്തെ ഇപ്പൊ നിന്നിട്ട് പോലും ആ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇത് സാഹിത്യത്തിലെ ഗംഭീര അവസ്ഥകളാണെന്ന് പറയുന്നതാണ്. ആ സമയത്താണ് മരിയ പോലെ ഒരു നോവൽ വരുന്നത്. പക്ഷെ 60കളിലെ ആ സമീപനം ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നില്ല മാറിയിട്ടുണ്ട്. അല്ല 60 അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നിന്നിട്ട് അതിനെ നോക്കി ഒരു പ്രശ്നമെങ്കിലും പറയാതെ അയ്യോ എന്തൊരു ഗംഭീര എഴുത്തെന്ന് പറയുമോ നമ്മള്? ഇല്ല. മാത്രമല്ല, ശരിക്കും ഫാക്ട്സ് എടുത്ത് നോക്കിയാലും അത്രയൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ പോലും പിന്നെ എന്താ പറയാ, അമ്മയും അച്ഛനും പറയുന്നത് കേൾക്കാതെ വേറെ ഒരു സെക്ഷുവാലിറ്റി ഉള്ള കുട്ടിയെ നിർബന്ധിച്ച് സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കൺവേർഷൻ ട്രീറ്റ്മെന്റ് നടത്തുന്ന സംഭവം 2 ആഴ്ച മുന്നേ ഉണ്ടായിട്ടുണ്ട്. അവനെ വീട്ടിൽ പൂട്ടിയിട്ട് വെച്ചിട്ട് എല്ലാ കടലാസും എടുത്ത് മാറ്റി തടങ്കലിൽ വെച്ചിട്ടുള്ള സംഭവം 2 ആഴ്ച മുന്നേ നടന്നിട്ടുണ്ട്. നമ്മൾ അത്രയൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഭ്രാന്തിനെ മനസ്സിലാക്കാൻ ഒരേ ഒരു ഇതേ ഉള്ളൂ, എന്താ, സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാൻ മരുന്ന് കഴിക്കാം. ഈ മരുന്ന് കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോന്നോ, അല്ലെങ്കിൽ ആ മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ അവസ്ഥ എന്തായി മാറുന്നോ, അതൊന്നും. ഒരു ഉദാഹരണം ഞാൻ എപ്പോഴും പറയുന്ന ഉദാഹരണം എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ക്ലിനിക്കൽ ഡിപ്രഷൻ. പൊതുവെ അത് കൂടുതലും കാണുന്നത് മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ, അത് പ്രത്യേകിച്ചും മാരീഡ് ലൈഫ് അത്ര ഗംഭീരമൊന്നും അല്ലാത്ത അല്ലെങ്കിൽ വയലൻസ് ഒക്കെ ഉണ്ടാവുന്ന അവസ്ഥയിലാണ്
ക്ലിനിക്കൽ ഡിപ്രഷനാണ്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു, ഡോക്ടർ പറയും ശരി ഡിപ്രഷനാണ്, ഈ മരുന്ന് കഴിച്ചാൽ മതി. ഈ മരുന്നും കൊണ്ട് ഇതേ അവസ്ഥയിലേക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എവിടെ നിന്നാണോ ഡിപ്രഷൻ വരുന്നത്, എന്താണ് ആ റിലേഷൻഷിപ്പ് ഉള്ളത്, ആ റിലേഷൻഷിപ്പിലേക്കാണ് നമ്മൾ തിരിച്ചു പറഞ്ഞേക്കുന്നത്. മരുന്ന് കഴിച്ചാൽ ഈ ഡിപ്രഷൻ എന്തെങ്കിലും മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഈ അവസ്ഥ മാറാതെ. അപ്പം നമ്മൾ പക്ഷേ ഈ എന്താണ് മാരേജ്, എന്താണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഈ ഹോം ഡൊമസ്റ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ളത് നമ്മൾ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മാറാനാണ്? സോ ദ വേ വി അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് മനുഷ്യർക്ക് മെൻ്റൽ ഡിസ്ട്രെസ് ഉണ്ടാവുന്നത് നമ്മൾ ഇതുവരെയും നമ്മുടെ നാട്ടിൽ അധികം ഒന്നും മാറിയിട്ടില്ല എപ്പോഴും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ജയശ്രീ പറഞ്ഞായിട്ട് ചേർത്ത് ഈ മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സൈക്യാട്രിസ്റ്റുകളുടെയൊക്കെ ഈ കോളമോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാം കുടുംബത്തിൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതിന്റെ അപ്പുറത്തോട്ട് നമ്മുടെ നാട്ടിലെ ഒത്തിരി കുട്ടികളൊക്കെ പോയി കഴിഞ്ഞു. പക്ഷെ ആ ആളുകളെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പുതിയ ചിന്താരീതിയൊന്നും ഒരിക്കലും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാത്തിന്റെയും ബേസ് ഇപ്പോഴും കുടുംബം തന്നെയാണ്. അതിനൊന്നും മാറ്റില്ല. ഭ്രാന്ത് എന്നുള്ള അവസ്ഥ, ഭ്രാന്ത് എന്ന അവസ്ഥയ്ക്ക് ഒരു സുഖാവസ്ഥ ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ ഇപ്പം സന്ധ്യാമേരി പറയുന്നതിനകത്ത് സമൂഹം പറയുന്ന പല ഭ്രാന്തും ഭ്രാന്തല്ല. പലതരത്തിലുള്ള രാഷ്ട്രീയമായ അല്ലെങ്കിൽ സാമൂഹികമായ മാറി നടപ്പുകളെയും മാറി ഉള്ള ചിന്തകളെയും ഭ്രാന്ത് എന്നാണ് സമൂഹം പലപ്പോഴും രേഖപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഭ്രാന്തുണ്ട് ഭ്രാന്തില്ല എന്നുള്ള ഈ ബൈനറി ഇതിനകത്ത്, പ്രത്യേകിച്ചും ഈ നോവലിനകത്ത് ഭ്രാന്ത് ഞാൻ പറഞ്ഞില്ല, ഈ സുഖാവസ്ഥ എന്ന് ഞാൻ വിശദീകരിക്കാൻ കാരണം ഒരിക്കലും നോവൽ വായിച്ച് തീരുന്നവരെ നമുക്ക് മറിയയ്ക്ക് ഭ്രാന്തല്ല എന്ന് തന്നെ തോന്നും. അതാണ് ആ നോവലിൻ്റെ ഒരു വിജയമായിട്ടും എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ആ ഭ്രാന്താണ് എന്ന് നമ്മൾ അതിൻ്റെ ഒരു നറേഷനിലൂടെ പോകുമ്പോഴും ഒരു സുഖാവസ്ഥയിലാണ് മറിയ ഉള്ളത്, അല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്താണ് ഭ്രാന്ത് എന്നുള്ള അവസ്ഥയെ സന്ധ്യാമേരി തന്നെ പറയുന്നുണ്ട്. സന്ധ്യാമേരിയുടെ ആദ്യ ഘട്ടങ്ങളിലെ ജീവിതത്തിലൊന്നും തന്നെ നമ്മളീ പറഞ്ഞ നോർമൽ അല്ലാത്ത ഒരാളെയും പരിചയപ്പെട്ടിട്ടില്ല. നോർമൽ അല്ലാത്ത ആൾക്കാരെ പരിചയപ്പെടുന്നത് തിരുവനന്തപുരത്ത് കാർത്തിക ലോഡ്ജിലെ ബൊഹീമിയൻ ലൈഫ് അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള സാമൂഹിക ജീവിതം ആഗ്രഹിച്ച മനുഷ്യന്മാരുടെ ഒരു കലക്റ്റീവിലേക്ക് സന്ധ്യ പോകുമ്പോഴാണ് അത്തരത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഭ്രാന്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ സന്ധ്യ മേരി എങ്ങനെയാണ് അതിനെ ആ നിർണയം ചെയ്യുന്നത്? അതിനെങ്ങനെയാണ് എങ്ങനെയാ രേഖപ്പെടുത്തുക? ആ നമ്മളൊരു ചിന്താ പദ്ധതി എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുക? ഞാൻ ഇപ്പൊ ജയശ്രീ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ നമുക്കറിയില്ല. നമ്മൾ ഒരു സാധാരണ ആളുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഇതിനെ പറ്റിയുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ചെറുപ്പത്തിൽ നമ്മളെല്ലാം കാണുന്നത് കൃത്യമായി ജീവിക്കുന്ന ഒരു വർഷം പോലും നമ്മൾ പാഴാക്കാണ്ട് പഠിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് നേരെ ജോലിയിലോട്ട് പോകുന്നു. ഇതിനിടയിൽ കൃത്യമായിട്ട് മറ്റേ സൈഡിൽ കൂടെ പേഴ്സണൽ ലൈഫ്, കല്യാണം കഴിക്കുന്നു, 2 വർഷത്തിന് ആദ്യത്തെ കുട്ടീനെ ഉണ്ടാക്കുന്നു, അടുത്ത കുട്ടീനെ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കരിയറിൽ സ്ത്രീകൾക്ക് കരിയറിൽ ഉയർച്ച വേണ്ട, ആണുങ്ങൾ കരിയറിൽ ഉയർച്ച വേണം. അങ്ങനെയുള്ള കുറേ മനുഷ്യരാണ്. വീട് വെക്കണം, അതെ വീട് വെക്കണം, അതും പ്രധാനം. അപ്പൊ എനിക്ക് എന്തോ ഒരു ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെയല്ല എനിക്ക് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു സംഗതി നമുക്ക് തലയിൽ കയറുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു മനുഷ്യൻ പോലെ എനിക്ക് ചുറ്റും, ഞാൻ ഭയങ്കര ഒരു പരമ്പരാഗത ക്രിസ്ത്യൻ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ഒരാളെ പോലെ നമുക്ക് വ്യത്യാസമുള്ള ആളെയും കാണുന്നില്ല. അതുകൊണ്ട് എങ്ങനെ ജീവിക്കണം എന്നിട്ട് നമുക്കൊരു ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ ആൾക്കാരെ പോലെ ജീവിക്കേണ്ട എന്നുള്ള ഒരു സംഗതി ഉണ്ട്. ഞാൻ PG ജേർണലിസം ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ് കാർത്തിക പോലുള്ള എൻ്റെ അവിടെ ഞാൻ ആ ആളുകളൊന്നും എൻ്റെ നോവലില്ല, പക്ഷെ അതെന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഓക്കെ, നമുക്ക് ഇങ്ങനെയുമൊക്കെ ആവാം, ഇങ്ങനെയും കുറച്ച് മനുഷ്യരുണ്ട് എന്നുള്ള ഒരു സംഗതി. അവിടെ നിന്നാണ് എനിക്ക് ആളുകൾ ഡിഫറെൻ്റ് ആവുമ്പം അതും അതിനുശേഷം കാർത്തികയിൽ നിന്നും പരിചയപ്പെട്ടതും അതിനുശേഷവും കണ്ട കുറേ മനുഷ്യർ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഞാൻ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവർക്കും ഉണ്ട്. കാരണം അതിനകത്ത് ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യരിൽ പലരും നോർമൽ അല്ല എന്നുള്ള ബ്രാൻഡ് വീട്ടുകാരോ സമൂഹമോ സമൂഹം തന്നെ ഞാൻ കാർത്തിക നമുക്കൊരു വലിയ സമാധാനമാണ്. അതിനകത്ത് കയറിയാൽ നമുക്ക് നമ്മളെ പോലെയുള്ള കുറേ മനുഷ്യരുണ്ട് അതിനകത്ത്. പക്ഷെ ഇവരിൽ പല ആളുകൾക്കും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് വീട്ടുകാർ നിർബന്ധിച്ചിട്ട്. അവര് ഈ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഭയങ്കര ഐഡിയകളൊക്കെ അവർ പറയുന്നത്, പക്ഷെ സമൂഹത്തിന് ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവര് ട്രീറ്റ്മെന്റ് എടുക്കുന്നു. ആ ഒരു സംഗതിയാണ്. അപ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളും ഇത് ആളുകൾ നമ്മളെ നോർമൽ അല്ല എന്നുള്ള ഒരു സംഗതി എപ്പോഴും വരുന്നുണ്ട് ഈ പരമ്പരാഗത രീതിയിൽ ജീവിക്കാൻ പോകാത്തത് കൊണ്ട്.
ഈ മനുഷ്യരാണ് എനിക്ക് ഈ ഭ്രാന്തില്ലായ്മ അല്ലെങ്കിൽ സെയിൻ ഇൻസാനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലോട്ട് ആദ്യമായിട്ട് ഞാൻ ആലോചിക്കുന്നത്. എത്ര ക്രിയേറ്റീവായിട്ട് അതർവൈസ് നമ്മളെല്ലാം ഈ സിസ്റ്റത്തിനകത്തോട്ട് ഭ്രാന്തല്ലാണ്ടിരിക്കുന്ന ഈ ഒരു എന്ന് സമൂഹം പറയുന്ന ആ സമൂഹത്തിന്റെ സിസ്റ്റത്തിനകത്തോട്ട് എന്ത് ചെറുതായിരിക്കുമ്പോൾ മുതൽ അതിലോട്ട് അഡാപ്റ്റ് ചെയ്ത് നമ്മളെ അങ്ങ് കയറ്റുവാണ്. കുട്ടിയായിരിക്കുമ്പോൾ മുതൽ നമ്മളെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഈവൻ മൈന്യൂട്ട് കാര്യത്തിൽ പോലും നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട് എങ്ങനെ വേണം എന്നുള്ളത്. അതിനകത്തോട്ട് നമ്മളെ എല്ലാവരെയും ഒരേപോലെ പടച്ചങ്ങ് കയറ്റുക. അതർവൈസ് നമ്മൾ അതിനകത്തോട്ട് ഇത്രയ്ക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയില്ലായിരുന്നെങ്കിൽ എന്തുമാതിരി ബ്രില്യൻ്റ് ആയിട്ടുള്ള എത്ര മനുഷ്യരെയാണ് നമ്മൾ ഭയങ്കര നോർമലൈസ് ചെയ്ത് അതിനകത്തോട്ട് കയറ്റുന്നത്, ഭ്രാന്തില്ലായ്മയിലോട്ട്. ആ ഒരു സംഗതിയാണ് ഞാൻ ബേസ് ആയിട്ട്. അതിൻ്റെ അപ്പുറം എനിക്ക് ഇപ്പോൾ ജയശ്രീ പറഞ്ഞ പോലെയുള്ള അങ്ങനത്തെ അറിവ് എനിക്കില്ല. ഒരു എന്താ പറയുക അക്കാഡമിക് രീതിയിലോ അല്ലെങ്കിൽ റിസർച്ച് രീതിയിലോ ഉള്ള അറിവ് എനിക്ക് ഇതിനെ പറ്റിയില്ല. ഞാൻ കാണുന്ന കാര്യങ്ങളാണ്, ഞാൻ കണ്ടിട്ട് ഞാൻ വളരെ ഡിസ്ട്രസ് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്തോട്ടാക്കിയത്. നമ്മളിപ്പം പറയുമ്പോൾ ഇതിനകത്തുള്ള സംഭാഷണങ്ങൾ രൂപപ്പെടുന്നത്, അതായത് ഇപ്പം കുഞ്ഞുമറിയയും ഗീവർഗീസും തമ്മിലുള്ള സംഭാഷണങ്ങൾ, ഇതിലേക്കൊക്കെ നമുക്കൊരു തീർച്ചയായിട്ടും അതൊരു ക്രിയേറ്റീവ് സംഗതിയായിട്ട് കാണുമ്പോഴും എന്തെങ്കിലും ഒരു അനുഭവത്തിൻ്റെ വെളിച്ചം, നമ്മൾ പറയുമല്ലോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു പോകുന്ന ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് വെച്ച് നമ്മൾ പരിചയപ്പെട്ട സംഭവങ്ങളും ക്യാരക്ടേഴ്സും അങ്ങനെയുള്ള ചില ഇൻസിഡൻസും ഒക്കെ തന്നെ നമ്മളെ ഇങ്ങനെ അറിയാതെ നമ്മുടെ ക്യാരക്ടറൈസേഷൻ നമ്മൾ നടത്തുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള സംഭാഷണങ്ങൾ ഇതിനകത്തുള്ള ഏറ്റവും ഈ നമ്മൾ പറഞ്ഞ സെയിൻ അല്ലാത്ത രണ്ട് കക്ഷികൾ തന്നെയാണ് ഗീവർഗീസും മറിയയും. അപ്പോൾ ആ സംഭാഷണങ്ങളൊക്കെ രൂപപ്പെടുന്നത് എങ്ങനെയാണ്, ഏത് സമയത്താണ് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ളത്? അത് വളരെ നേരത്തെ ഉണ്ടായതല്ല, എഴുതി പോകുമ്പോൾ തന്നെ ഉള്ള കാര്യങ്ങളാണ്. കാരണം എനിക്ക് അങ്ങനത്തെ എൻ്റെ ലൈഫിൽ നിന്നുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ ആ കാര്യങ്ങൾ വെച്ചാൽ ഞാൻ ഒരു 1.5 പേജിൽ നോവൽ എഴുതി തീർന്നേനെ. എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് ഞാൻ 5 വയസ്സ് വരെ അവിടെ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഗീവർഗീസ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളാണ്. കൃത്യമായി പള്ളിയിൽ പോകുന്ന നാട്ടിലെ ഒരു കാര്യക്കാരനായിട്ടുള്ള ഭൂവുടമ, അതെ, പക്ക സിസ്റ്റത്തോടൊപ്പം. കള്ള് ഷാപ്പിൽ പോകുന്ന ആ കാലത്ത് എല്ലാ ആൾക്കാരും ഒക്കെ ചെയ്യുന്ന കാര്യമാണ്. അതല്ലാതെ പക്ക ആ സമയത്തുള്ള ഒരു ഭൂവുടമയായിട്ടുള്ള ഒരാളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ. ഈ പറഞ്ഞ പോലത്തെ ഒരു കഥയും ഞാനും ഗ്രാൻഡ് ഫാദറുമായിട്ട് ഇതിൻ്റെ സ്നേഹമാണ്, ഇഷ്ടമാണ്. നമ്മളൊന്നിച്ച് ഒത്തിരി സ്ഥലത്ത് പോകുന്നുണ്ട്, കള്ള് ഷാപ്പിലും പോയിട്ടുണ്ട്. പക്ഷെ കഥ പറയലോ കടമറ്റത്ത് കത്തിനാരോ ചിറമേൽ കത്തിനാരോ ഒന്നും എനിക്ക് അറിയ പോലും അല്ല. അവര് നമ്മള് ഈ ചിറമേൽ കത്തിനാരൊക്കെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയം തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോകുമ്പോഴും ഞാനൊരു നോർമൽ ഒരു വീടിന്റെ സിസ്റ്റത്തിനകത്തോട്ട് ഞാൻ നമ്മൾ എത്ര അഡാപ്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത് പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അതിനകത്തോട്ട് ആവുന്നുണ്ട്. അപ്പൊ അതേസമയം ബോറിസ് ബക്കറും എന്ന് പറയുന്നത് എൻ്റെ അനുഭവം തന്നെയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുറെ കാര്യങ്ങൾ എടുക്കുന്നുണ്ടെന്നല്ലാണ്ട് അതിനകത്തെ നറേറ്റീവ് മൊത്തത്തിൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരാളുകളെ അറിയില്ല, ഒട്ടും അതിനകത്തുള്ള എനിക്ക് ഇങ്ങനെ ആയാൽ കൊള്ളാം എന്ന് ഞാൻ കരുതുന്ന ആളുകളും സംഭാഷണങ്ങളുമാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഞാൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകം. ജയശ്രീയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ജയശ്രീ ഈ കുട്ടികളുടെ ഒരു മനോവ്യാപാരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. എഴുത്തും അങ്ങനെ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മലയാളത്തിൽ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ മലയാളത്തിലെ ലിറ്ററേച്ചറിൽ ഇപ്പം സാറ ടീച്ചറിൻ്റെ അലാഹയുടെ പെൺമക്കളിലും മറ്റേ മാറ്റാത്തിയിലൊക്കെ തന്നെ കുട്ടി ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സന്ധ്യ തന്നെ പറയുന്നുണ്ട്. കാരണം നമ്മുടെ അരുന്ധതി റോയുടെ റാഹേൽ അതുപോലെ മലയാളത്തിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടി ക്യാരക്ടേഴ്സിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ജയശ്രീയുടെ ഒരു ക്രിയേറ്റീവ് പരിസരങ്ങളിലുള്ള, അതായത് പലതും ജയശ്രീ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ജയശ്രീ എഴുതാൻ ആഗ്രഹിക്കുന്നതും എഴുതിക്കൊണ്ടിരിക്കുന്ന റിസർച്ച് ചെയ്യുന്നതുമായിട്ടുള്ള കുട്ടികളുടെ ഒരു മാനസിക രീതികളിലൊക്കെ ചെന്ന് പതിക്കുന്ന ഒരു നോവലാണിത്. അതിനെങ്ങനെയാണ് പെട്ടെന്നൊരു താതാത്മ്യപ്പെടൽ അതിലെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് കുട്ടികളുടെ വ്യൂ പോയിന്റ് എന്ന് കഥ പറയുന്ന പുസ്തകങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് 2 രീതിയിൽ ചെയ്യാം. കാരണം ചിലർ അങ്ങനെ കുട്ടികളാണ് അവരുടെ നറേറ്റീവ് വോയിസ് എങ്കിലും അത് വളരെ അഡൾട്ട് വോയിസ് ആയിട്ട് വരുന്ന രീതിയിൽ, അതായത് കുട്ടികളാണ് കഥാപാത്രം പക്ഷെ ഒരു വർത്തമാനം പറയുന്നത് മുതിർന്നവർ പറയുന്ന പോലെ, അല്ലെങ്കിൽ അവർ ലോകം കാണുന്നത് മുതിർന്നവർ കാണുന്നത് പോലെയോ ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ അതല്ലാതെ കുട്ടികൾ കാണുന്ന ലോകം അതേപോലെ പറയുക, പക്ഷെ അതേസമയം ആ ലോകവും കോംപ്ലക്സ് ആണ്. കാരണം കുട്ടികൾ ലോകം കാണുന്നതും വളരെ കോംപ്ലക്സ് ആയ രീതി. നമ്മളിങ്ങനെ കുട്ടികൾ നിഷ്കളങ്കരാണ്, ഇങ്ങനെ എന്താ വൺ ഡയമെൻഷനാണ് എന്നൊക്കെ നമ്മളെ സൊസൈറ്റി പറയെങ്കിലും കുട്ടികൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ആൾക്കാർ, ലോകം കാണുന്നത് വളരെ കോംപ്ലക്സ് ആണ്. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റും പ്രത്യേക കഴിവ് വേണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ സന്ധ്യയുടെ പുസ്തകം പോലെ ഇപ്പം സാറ ടീച്ചറുടെ നോവലുകൾ, പിന്നെ അതേപോലെ തന്നെ
പല ലോകത്തിന്റെ പല ഭാഷയിൽ നിന്നുള്ള വളരെ 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 നല്ല, ഇപ്പം ഹാർപ്പർ ലീഡ് ടു കിൽ എ മോക്കിംഗ് ബേർഡ് എല്ലാവരും അറിയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിന് റേസുമായിട്ടൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിന്റെ നറേറ്റീവ് വോയിസ് ഭയങ്കര രസമാണ് ആ കുട്ടി കഥ പറയുന്ന പോലെ. അതേപോലെ എനിക്ക് എന്താ പറയുക, ഹൈ ലിറ്ററേച്ചർ അല്ല, പക്ഷെ സ്റ്റീവൻ കിങ്, ഈ ഹൊററും മറ്റും എഴുതുന്ന സ്റ്റീവൻ കിങ്ങിന്റെ ഒരു അവർ പല തരത്തിലുള്ള കഥകൾ എഴുതുന്നുണ്ട്. അതിലൊരു ഭാഗം, ഒരു വലിയ ഭാഗം കുട്ടികളുടെ ലോകം കാണലും ആ ലോകത്തിലെ മായകളും മിസ്റ്ററികളും അതിലുണ്ടാവുന്ന കുട്ടികൾ എങ്ങനെയാണ് അത്ഭുതത്തോടെ ലോകം വീക്ഷിക്കുന്നത് എന്നതിൽ വരുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് അവർ എഴുതുന്ന കഥകളുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ പിന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ കുട്ടികളാണ് കഥ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമൂഹം പറയുന്ന കൽപ്പിക്കലുകളൊന്നും അങ്ങനെ ഒബേ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലത്തെ അപ്പൊ സമൂഹം നോവൽ ഇങ്ങനെ ആവണം എന്ന് പറയുന്നതും ഉണ്ടല്ലോ, അതും നമുക്ക് അത്ര കാര്യമായിട്ട് ഒബേ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോമിൽ, കണ്ടന്റിൽ മാത്രമല്ല അതിന്റെ ഫോമിലും ഒരു ഐ മീൻ കുട്ടികളെ വെച്ച് കഥ നല്ലപോലെ എഴുതാൻ അറിയുന്ന എഴുത്തുകാർക്ക് ആ ഫോം ഉപയോഗിക്കുന്നതിലും വളരെ വളരെ ക്രിയേറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു പുസ്തകമാണ് മരിയ. സന്ധ്യമേരിയുടെ നോവലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ചാണ്ടിപ്പട്ടി. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ രണ്ടാളും സംസാരിക്കുന്നുണ്ട്. കാരണം ചാണ്ടിപ്പട്ടിയെ ശരിക്കും ഇംഗ്ലീഷിലേക്ക് ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ചാണ്ടി ദ ഡോഗ് എന്നായിരിക്കുന്നു. എന്നാൽ അതോടുകൂടി അതിൻ്റെ എല്ലാവിധ സവിശേഷതകളും നഷ്ടമാവുകയാണ്. കാരണം അതിൻ്റെ ഒരു മാജിക്കൽ റിയലിസം കംപ്ലീറ്റ് പോകും. പിന്നെ അതൊരു സാധാരണ പട്ടിക്ക് കൊടുക്കാവുന്ന ഒരു ട്രാൻസ്ലേഷൻ മാത്രമാണ്. പക്ഷേ ഇതിനകത്തൊരു പ്രധാന ഒരു കൂട്ടിയോജിപ്പിക്കുന്ന, ഘടനാപരമായി കൂട്ടിയോജിപ്പിക്കുകയും ഇതിൻ്റെ ഒരു ചിന്താ രീതികളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ക്യാരക്ടറാണ് ചാണ്ടിപ്പട്ടി. ചാണ്ടിപ്പട്ടി വളരെ പ്രധാനപ്പെട്ട ചില പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് ഉന്നയിക്കുന്നുണ്ട് സാധാരണ മനുഷ്യരോട്. അപ്പോൾ ഈ ചാണ്ടിപ്പട്ടി എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണ് ഇതിനകത്തേക്ക് വരുന്നത്? അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കൺസ്ട്രക്റ്റ് എന്നുള്ള രീതിയിലല്ല ഞാൻ ചോദിക്കുന്നത്. എന്നാലും അതൊരു പട്ടിയുടെ രൂപത്തിൽ അത്തരം ഒരു ക്യാരക്ടർ ഇതിൽ സന്നിവേശിപ്പിക്കപ്പെടുന്നുണ്ട്. അതെങ്ങനെയാണ്? ഇതിപ്പോൾ ആദ്യം പറഞ്ഞതിൻ്റെ ഒരു കൂട്ടത്തിൽ നമുക്ക് ഭയങ്കര രസം തോന്നിയ ഒരു കാര്യം പറയാം. നമ്മൾ ഇതുപോലത്തെ ഫംഗ്ഷൻ, അവാർഡ് ഫംഗ്ഷനും ലിറ്ററേച്ചർ ഫെസ്റ്റിലൊക്കെ ചെല്ലുമ്പം മലയാളികളല്ലാത്ത ആൾക്കാർ മറ്റേ ചാണ്ടിപ്പട്ടി എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അവർക്ക് ചാണ്ടി ഡോഗ് അല്ല, ചാണ്ടിപ്പട്ടി തന്നെയാണ്. ചാണ്ടിപ്പട്ടി എനിക്ക് പട്ടികളും എനിക്ക് അവരെ അങ്ങനെ പെറ്റ്സ് എന്ന് അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സന്ധ്യമേരിക്ക് ചാണ്ടിപ്പട്ടി എന്ന് പറഞ്ഞ കാര്യമില്ല, ചാണ്ടി എന്ന് തന്നെ പറഞ്ഞാൽ മതി. എൻ്റെ വീട്ടിലുള്ള പട്ടിയുടെ പേര് കോശി എന്നാണ്. അപ്പോ അങ്ങനെ അതിന് പട്ടിന്ന് കൂട്ടിച്ചേർക്കാതെ പറഞ്ഞൂടെ? അല്ല, അത് നോവലിൽ വരുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കാര്യമാണ്. എന്റെ ജീവിതത്തില് കുറച്ച് ഇങ്ങനത്തെ കുറെ ടീമുകൾ എന്റെ കൂട്ടത്തിലുണ്ട്. നമ്മളെപ്പോഴും പറയും തുല്യ വോട്ടവകാശമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ വീട്ടില്. കമലറാൻ പറയും, കഴിഞ്ഞ എന്റെ ആനിയമ്മയുടെ ലോകം വീട് എന്ന് പറഞ്ഞ കഥയില് പ്രധാന ക്യാരക്ടറായിട്ട് വരുന്ന എന്റെ പൂച്ച പപ്പുടുവാണ്. പപ്പുടു ഭയങ്കര പപ്പുടിന്റെ തീരുമാനങ്ങൾക്ക് ഭയങ്കര വോയിസ് ഉണ്ട് എന്റെ വീട്ടില്. നമ്മുടെ കൂട്ടത്തില് പട്ടിയും പൂച്ചയൊക്കെ ഉള്ള ഒരു നമ്മുടെ ഒപ്പം തന്നെയുള്ള ഒരു ലൈഫാണ് എന്റെ. അപ്പോ ഞാൻ സാധാരണ ആളുകള് മനുഷ്യരെ ക്യാരക്ടർ ആക്കുന്ന പോലെ തന്നെ എന്നെ സംബന്ധിച്ച് എന്റെ എഴുത്തിൽ ഇനിയും ഇവര് വരും. കാരണം ഞാൻ ഫുൾ ടൈം ഇവരോട് വർത്താനം പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇവര് ഞാനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്റെ ഇനിയുള്ള നോവലുകളിലും വരാം. അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് പട്ടിയെ പറ്റിയും പൂച്ചയെ പറ്റിയാണല്ലോ കൂടുതൽ എഴുതുന്നത്. എന്റെ ജീവിതത്തിൽ അവരൊത്തിരി ഉണ്ട്. അപ്പൊ ചാണ്ടിപ്പട്ടി എനിക്ക് എന്റെ കൂട്ടത്തിലുള്ള അവരെക്കാൾ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ എവിടെയോ പോകുമ്പം ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കുറച്ചു നേരം ബസ് നിർത്തിയിട്ടപ്പോ സൈഡില് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് നമ്മൾ അവരെ വാച്ച് ചെയ്താൽ കാണാം. അവരുടെ ലോകം വേറെയാണ്. ഭയങ്കര രസമായിട്ടൊക്കെ എൻജോയ് ചെയ്ത ഒരാളെ ഞാൻ ചോദിച്ചു ആദ്യം ഇവന് കൂട്ടത്തിൽ കൂട്ടിയാലോ എന്ന് നമുക്ക് തോന്നും. പിന്നെ നടക്കില്ല, നമ്മൾ വേറെ എൻ്റെ വേറെ സ്ഥലത്തായതുകൊണ്ട് അത് വേണ്ടെന്ന്. പിന്നെ അവനീന്നാണ് ഞാൻ നോവലിനകത്തോട്ട് വന്നത്. അവനോ അവളോ ആക്കണ്ടെന്ന്. അപ്പോ ചാണ്ടിയെ പല ഡയലോഗുകളും നമ്മൾ അവരോട് വർത്താനം പറഞ്ഞു നടക്കുകയും കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ, മനുഷ്യന്റെ ഭാഷ മാത്രമല്ലല്ലോ, അവർക്ക് പറയാനുള്ളതൊക്കെ അവർ നമ്മളോട് പറയുന്നുണ്ട്. എനിക്ക് ചാണ്ടിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ചാണ്ടിയെ ഉപയോഗിക്കുന്ന ഒരു കാര്യം, അവരുടെ നിങ്ങൾ ഞങ്ങളെ പറ്റി പറയുന്നൊന്നുമില്ല. ഇപ്പം ചാണ്ടി ചോദിക്കുന്നുണ്ട്, ഈ കാട്ടിലെ രാജാവ് സിംഹം എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും വന്ന് പറഞ്ഞു? ഇല്ല, നമ്മളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയും. അതുപോലെ എനിക്കറിയില്ല, മറ്റേ അവരെ പറ്റിയിട്ട് നമ്മൾ ഈ സയൻസ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയത് കണ്ടുപിടിക്കാൻ എനിക്കറിഞ്ഞൂടാ. എന്താ പട്ടിക്കിന്നതാണ്, പൂച്ചക്കിന്ന ക്യാരക്ടർ ഉണ്ട്, ഇതൊക്കെ കൃത്യമായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ അതിനെ പറ്റിയിട്ട്. ആ ഒരു ആംഗിളിലാണ് ഞാൻ കുറെ കാര്യങ്ങൾ ചാണ്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അതുപോലെ അവർക്കൊരു വലിയ വോയിസ് എൻ്റെ ജീവിതത്തിലുണ്ട്.
ഈക്വലി തന്നെ ഉള്ള ഒരു ഇതുണ്ട്. അതിൽ നിന്നാണ് ചാണ്ടിയും അമ്മിണിയൊക്കെ വരുന്നത്. എനിക്ക് ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയും എൻ്റെ ക്യാരക്ടേഴ്സായിട്ട് അവർ വരും. ഈ എഴുത്തിൻ്റെ ഇത്തരം സംഗതികൾ എഴുതുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സാധനം പറഞ്ഞല്ലോ. ഇപ്പം ചാണ്ടി ദ ഡോഗ് എന്നുള്ളത് ഒരു സാധാരണഗതിയിൽ പഴയൊരു ട്രാൻസ്ലേഷനാണ്. പക്ഷേ ജയശ്രീ ഇതിനകത്ത് ചാണ്ടിപ്പട്ടി എന്ന് തന്നെ സ്വീകരിക്കുന്നു. പക്ഷേ ട്രാൻസ്ലേഷൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിപ്പം വായിക്കുന്ന ഒരു ഫോറിൻ റീഡറെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഫുട് നോട്ട് ഇല്ലെങ്കിൽ അത് വായിക്കാനോ മുന്നോട്ട് പോകാനോ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമില്ലേ? അപ്പോൾ ഈ ഒരു ക്രൈസിസ് ഇല്ലേ? കാരണം നമ്മളിപ്പം പല സാധനങ്ങളും ഇതിനകത്തുള്ള പല മലയാള വാക്കുകളെയും ഫ്രേസുകളെയും നമ്മൾ അതുപോലെ തന്നെ നോവലിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് പലതരത്തിലും ട്രാൻസ്ലേഷനിൽ ജയശ്രീ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ഗ്ലോബൽ റീഡറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും അത് എഫക്ട് ചെയ്യുന്നത്? ഇംഗ്ലീഷ് വായിക്കാറുണ്ടോ? ഉണ്ട്. എത്ര ഫുട് നോട്ട് ഉണ്ട് ഇംഗ്ലീഷ് നോവലിൽ? ഫുട് നോട്ട് കുറവാണ്. പക്ഷെ നമ്മൾ അല്ല ഇംഗ്ലീഷ് പുസ്തകം ട്രാൻസ്ലേഷൻ അല്ല പറയുന്നത്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എഴുതുമ്പോൾ നമ്മൾ ഇപ്പം കണ്ടംപററി റൈറ്റേഴ്സ് വായിക്കുമ്പോൾ അവർ എന്തെങ്കിലും ഫുട് നോട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ വായിക്കുന്നു, നമുക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് വെച്ച് നമ്മൾ പുസ്തകം വായിക്കുന്നു. അതിൽ മനസ്സിലാവാത്തത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഡിക്ഷണറി നോക്കിയോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്തോ ഒന്ന് നോക്കുന്നു. പക്ഷെ പൊതുവേ നമുക്ക് വായിക്കുന്ന കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ ആ സെന്റൻസും എവിടെയാണ് പാരഗ്രാഫിൽ വരുന്നത്, പാരഗ്രാഫ് എവിടെയാണ് എന്നൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഏത് പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ വായനക്കാരാണ് അത് രൂപപ്പെടുന്നത്. പക്ഷെ ഈ വേർഡിന്റെ അല്ലെങ്കിൽ ഒരു വാക്കിന്റെ ലെവലിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ അർത്ഥം മനസ്സിലാവുന്നത് അതിന്റെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ്. അപ്പൊ ചാണ്ടിപ്പട്ടി പട്ടിയാണെന്നുള്ളതിൽ ഒരു എവിടുത്തെ ആൾക്കാർ വായിച്ചാലും അതിലൊരു ഡൗട്ടും ഇല്ല. കാരണം അത്രയും അതിൽ ഉണ്ട്. അതായത് ഇതൊരു പട്ടിയാണ്, ഈ പട്ടിയാണ് ഫിലോസഫി പറഞ്ഞ് നടക്കുന്നത് എന്നുള്ളത് ഒരാൾക്കും മനസ്സിലാവാതിരിക്കില്ല. ഇനി പട്ടി എന്ന വാക്കിന്റെ അർത്ഥം ഫീമെയിൽ ഡോഗ് ആണ് എന്ന് അവർക്ക് അറിയണോ എന്നുണ്ടെങ്കിൽ അവർ കണ്ടുപിടിച്ചോ. കാരണം ഈ പുസ്തകത്തിൽ അത് പ്രധാനമല്ല. ഈ പുസ്തകത്തിൽ ചാണ്ടിപ്പട്ടി എന്ന ക്യാരക്ടറാണ് പ്രധാനം. ഇല്ല, ചാണ്ടിപ്പട്ടി നായയാണെന്ന് മനസ്സിലാവണം. ചാണ്ടിപ്പട്ടി ഇങ്ങനെയുള്ള ഒരു ഇതാണ് ചാണ്ടിപ്പട്ടിയുടെ സ്വഭാവം, ഇതൊക്കെയാണ് ചാണ്ടിപ്പട്ടി പറയുന്നത്, മരിയയും ചാണ്ടിപ്പട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ്, ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന് ഫുട് നോട്ടിന്റെ ആവശ്യമില്ല. അതേപോലെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ലേഷൻ എന്നത് ഒരു ഡീകോളോണിയൽ പ്രോജക്റ്റും കൂടിയാണ്. അതായത് ഇംഗ്ലീഷ് എന്ന ഭാഷയെ ഡീകോളനൈസ് ചെയ്യാനുള്ള ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മുണ്ട് എന്ന വാക്ക് ഞാൻ പൊതുവേ സ്ഥിരമായിട്ട് ആദ്യത്തെ ബുക്ക് മുതൽ എല്ലാത്തിലും ഞാൻ മുണ്ട് ഒരു ഫുട് നോട്ടും ഇല്ലാതെ ഹി വാസ് വെയറിങ് എ വൈറ്റ് മുണ്ട് എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള സെന്റൻസസ്. ഒരാൾ എന്നോട് ചോദിച്ചു മുണ്ടിന് പകരം സരോങ് നാക്കിക്കൂടെ. അപ്പം ഞാൻ ചോദിച്ചു ഈ സരോങ് ഏത് ഭാഷയാ? ഇംഗ്ലീഷ് അല്ലേ? അല്ല, ഇന്തോനേഷ്യൻ ആണ്. അത് ഉപയോഗിച്ച് ഇംഗ്ലീഷിന്റെ ഭാഗമായി. ഇപ്പൊ നമുക്ക് സരോങ് എന്ന് പറഞ്ഞാൽ മുണ്ടും സരോങ്ങും ഒന്നല്ല സംഭവം, പക്ഷെ ഒരു പീസ് ഓഫ് ക്ലോത്ത് കുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ മുണ്ടും ഒരു കാലത്ത് കിവോണ പോലെ സരോങ് പോലെ ഇംഗ്ലീഷ് ഭാഷയുടെ ഭാഗമാവട്ടെ. അതുവരെ ഇതൊരു കഷ്ണം തുണി ആൾക്കാർ നാണം മറിക്കാൻ പിന്നെ എന്താ പറയാ അരക്കി ചുറ്റുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലായാൽ പോരെ. അത് നമുക്ക് എഴുതി മനസ്സിലാക്കിപ്പിക്കാലോ ഫുട് നോട്ട് ഇല്ലാതെ. അല്ലെങ്കിൽ സാരി എന്ന 5 മീറ്ററുള്ള ഒരു നീളത്തിലുള്ള ഒരു സാധനമാണ്, അതിങ്ങനെ ഞൊറിഞ്ഞെടുക്കണം എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ആൾക്കാർക്ക് മനസ്സിലായിക്കോളും. അപ്പൊ അങ്ങനെയാണ് ഞാൻ വാക്കുകളെ സമീപിക്കുന്നത്. ഇതിന് വിവർത്തനത്തിൽ സ്റ്റെൽത്ത് ഗ്ലോസിംഗ് എന്ന് ജെയ്സൺ ഗ്രൂനബോം അമേരിക്കൻ ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്യുന്ന ഒരു അമേരിക്കൻ ഉണ്ട്, ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയാണ്. ജെയ്സൺ സ്റ്റെൽത്ത് ഗ്ലോസിംഗ് എന്ന് വിളിക്കുന്ന ഒരു സാധനം. അതായത് മറ്റേ എന്താ പറയുക, നമ്മൾ കാണാതെ പക്ഷെ അതിൽ അതിൻ്റെ അർത്ഥം ആ സെൻറ്റൻസിൽ നമ്മൾ വെക്കുന്നുണ്ട്. പക്ഷെ അത് ഒറിജിനലിൽ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. പക്ഷെ നമ്മൾ 1-2 വാക്കുകളോ അല്ലെങ്കിൽ അര സെൻറ്റൻസോ ചിലപ്പോൾ 1-2 സെൻറ്റൻസ്, പക്ഷെ അത് പുസ്തകം പോലെ ഇരിക്കും. ഇപ്പം മീശ പോലെ ഒരു പുസ്തകമാണെങ്കിൽ നമുക്ക് അതിൽ എത്ര വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. കാരണം മീശ ഇങ്ങനെ കഥയും ഒക്കെ പരത്തി പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടുള്ളത്. പ്രഭാകരൻ മാഷിന്റെ പുസ്തകമാകുമ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള എഴുത്താണ്. ഒരൊറ്റ വാക്ക് പോലും അധികമായിട്ട് ഒരു സെന്റൻസിലില്ല. അപ്പൊ നമുക്കിങ്ങനെ പരത്തി ക്ലോസ് ചെയ്യാൻ പറ്റില്ല, വളരെ കൃത്യമായിട്ട് കഴിയുന്നതും ചുരുക്കിയേ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ പല രീതികളിലും നമുക്ക് അർത്ഥം മനസ്സിലാക്കി കൊടുക്കാം. അല്ല എല്ലാം ചോദിക്കട്ടെ, ഇപ്പം ഈ പറഞ്ഞ 2 പുസ്തകങ്ങൾ, ഇപ്പം അരീഷിൻ്റെ മീശയും പ്രഭാകരൻ മാഷിൻ്റെ പുസ്തകം എടുത്ത് നോക്കുമ്പം ഈ അരീഷിൻ്റെ ഇതിൽ ഒരുപാട് പ്രാദേശിക വാക്കുകളുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പം ശരിക്കും അതിൻ്റെ മുകളിലൊരു ലേബറിങ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊരു വർക്ക് എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും കൂടുതലല്ലേ? രണ്ടും വർക്കാണ്, പക്ഷെ രണ്ട് തരത്തിലുള്ള വർക്കാണ്. ഇപ്പൊ ഹരീഷ് മീശ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഒരുപാട് റിസർച്ച്, അതായത് പക്ഷെ നല്ല രസമുള്ള റിസർച്ചാണ്. എനിക്കിപ്പം ഈ പെട്ടിയും പറയാൻ വെച്ചിട്ട് എങ്ങനെ ഇറിഗേഷൻ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അത്രയും വായിച്ച് അതല്ലെങ്കിൽ കുട്ടനാട്ടിലെ മത്സ്യ സമ്പത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എന്തൊക്കെ തരം മീന്, എന്തൊക്കെ തരം പക്ഷി, അപ്പൊ അങ്ങനെയുള്ള. പക്ഷെ ആ റിസർച്ചും അത് റിസർച്ച് ചെയ്യുക മാത്രമല്ല, പിന്നെ അത് എങ്ങനെ
ഉൾപ്പെടുത്തണം. അതായത് വെറുതെ ഇങ്ങനെ ഒരു എന്താ പറയാ അര പാരഗ്രാഫ് എഴുതാൻ പാടില്ലല്ലോ. കാരണം അപ്പം ഹരീഷ കഥ പറഞ്ഞു പോണ രീതി ഒക്കെ നോക്കണ്ടേ. അപ്പൊ അതെങ്ങനെ ഉൾപ്പെടുത്തണം എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം ഞാൻ പറഞ്ഞ പോലെ മീശ ഇങ്ങനെ ഒരു കഥയെന്ന് ഒരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ. അപ്പൊ നമ്മളിപ്പോ ട്രാൻസ്ലേറ്ററിൽ അതിലൊരു 2 വരി കൂടുതൽ ചേർത്തതൊന്നും ആരും ആ പറച്ചിലിനെ അത് ബാധിക്കുന്നില്ല. അപ്പൊ പ്രാദേശികത കൊണ്ട് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് മീശ. പക്ഷെ അതിന്റെ സൊല്യൂഷൻസ് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല എന്നാണ് ഞാൻ പറയുന്നത്. പ്രഭാകരൻ മാഷ്ടർ വർക്കാണെങ്കിൽ പ്രാദേശികതയല്ല അതിന്റെ ബുദ്ധിമുട്ട്. എന്ത് വാക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു വാക്കാണെങ്കിലും അത് നമ്മൾ എങ്ങനെയാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നുള്ളത് എഴുത്തിന്റെ ബുദ്ധിമുട്ടാണ്. കുറെ ഞാൻ പറഞ്ഞ മാതിരി ഒറ്റ വാക്ക് പോലും അനാവശ്യമായിട്ടില്ലാത്ത സെന്റൻസുകളാണ് മാഷ എഴുതുന്നത്. അപ്പൊ അതിൽ നമുക്ക് പട്ടി എന്നുള്ളതിന് 3 വാക്ക് ഡിസ്ക്രിപ്ഷൻ ഒന്നും ചേർത്താൽ മാഷയുടെ ശൈലി മാറിപ്പോകും. അപ്പൊ അവിടെ അതിന്റെ ബുദ്ധിമുട്ട് എഴുത്തിന്റെ ബുദ്ധിമുട്ടാണ്, പ്രാദേശികതയല്ല. എന്നുവെച്ചാൽ ട്രാൻസ്ലേറ്റർ അത്രയും കൃത്യമായിട്ട് ചിലപ്പം 5ഉം 6ഉം 10ഉം പ്രാവശ്യം സെന്റൻസ് മാറ്റി എഴുതി എങ്ങനെ ടൈറ്റ് ആക്കാം എന്നുള്ള രീതിയിലുള്ള. ഞാൻ എപ്പോഴും വിചാരിക്കും മാഷയുടെ പുസ്തകങ്ങൾ മാഷയുടെ വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളത് എഴുത്ത് വീണ്ടും പഠിക്കുക എന്നുള്ളൊരു, അതായത് എൻ്റെ എഴുത്ത് തന്നെ കുറേ കൂടി റിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആയിട്ടും കൂടി നോക്കാം. അത്രയും കൃത്യമായിട്ടാണ് മാഷ എഴുതുന്നത്. ഒരു വായനക്കാരൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണ്, എനിക്ക് പഠിത്തേണ്ട ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. കാരണം ഇപ്പം 100 Years of Solitude വളരെ നേരത്തെ വായിച്ചാണ്. അത് ഇംഗ്ലീഷ് തന്നെയാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. പക്ഷെ അത് വായിച്ചിട്ട് രൂപപ്പെടുത്തിയെടുത്ത ഒരു മക്കോണ്ടോ അതിൻ്റെ ഒരു ഘടന ഉണ്ടായിരുന്നു. ഇപ്പം ഈ അടുത്ത ദിവസം എനിക്കത്, അപ്പോൾ നമ്മളിപ്പോൾ 8 പാർട്ട് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സീരീസ്, ആ സീരീസ് കാണുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കി വെച്ച 100 Years of Solitude അല്ലെങ്കിൽ മാർക്കേസിൻ്റെ ആ ഭൂഖണ്ഡം അത് വേറൊരു സാധനമായിട്ട് രൂപപ്പെടുകയാണ്. കാരണം വെച്ചാൽ നമുക്ക് റെഫർ ചെയ്യാവുന്നതിൻ്റെ ഒന്നാമത്തെ ടെക്സ്റ്റാണ്, ഈ ബുക്കല്ല വായിച്ചത്. അതായത് അന്നേരം ക്ലോസ് റെഫറൻസിന് പോകാൻ പറ്റില്ല. അപ്പം പിന്നെ അറിയാത്ത ചില സാധനങ്ങളെക്കുറിച്ച് പൊതുവെ ലാറ്റിൻ അമേരിക്കൻ ഹിസ്റ്ററി, കൾച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോവൽ ഹിസ്റ്ററി ഒക്കെ നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിട്ടും പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അല്ലാതെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മക്കോണ്ടോ കംപ്ലീറ്റ് മാറുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് എനിക്കിപ്പോൾ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് കണ്ടപ്പം തോന്നുന്നത്. അത് വേറൊരു സംഗതിയാണ്. ഞാൻ കണ്ടതും വായിച്ചതുമായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ രൂപപ്പെടുത്തി എടുത്തിരുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കേസിൻ്റെ അല്ല, റബ്ബാസയുടെ ട്രാൻസ്ലേഷനാണെന്ന് തോന്നുന്നു വായിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ മനോവ്യാപാരം എന്തായിരുന്നോ അതായിരുന്നു എൻ്റെ ഉള്ളിൽ ഞാനത് ഒരു ദൃശ്യ ആവിഷ്കാരം നടത്തി വായിച്ച സംഗതി എന്ന് പറഞ്ഞത്. ഈ ഒരു പ്രശ്നം ട്രാൻസ്ലേറ്റർ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണ്. നമ്മൾ എഴുതുന്ന സംഗതികൾ ഒറിജിനൽ എഴുത്തും ട്രാൻസ്ലേറ്റഡ് എഴുത്തും തമ്മിലൊരു വലിയ വ്യാഖ്യാന വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടോ? അതിൽ 2 കാര്യങ്ങളില്ലേ. ഒന്ന്, നമ്മൾ റീഡർ എന്ന നിലയിൽ ഉണ്ടാക്കിയെടുക്കുന്ന മെന്റൽ ഇമേജസ്. അപ്പം മാർക്കേസിന്റെ മക്കോണ്ടോ പലർക്കും അത് കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് മക്കോണ്ടോ ഉണ്ടായിട്ടുള്ളത് പലർക്കും. എന്നുവെച്ചാൽ അതിന്റെ ഞാൻ പറയുന്ന ഫിസിക്കൽ ജോഗ്രഫിക്കൽ സംഭവങ്ങളാണ്. മക്കോണ്ടോ എന്ന് വിചാരിക്കുമ്പോൾ കേരളമാണ് അവർ കാണുന്നത്. കാരണം നമ്മൾ അധിക പേരും സൗത്ത് അമേരിക്കയിൽ, കൊളംബിയയിൽ പോയിട്ടില്ല, അവിടുത്തെ പ്രകൃതി എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല. എന്റെ മനസ്സിലായി വായിക്കുന്ന കാലത്ത് ഒട്ടും പോയിട്ടില്ല. എന്റെ മനസ്സിലാണ്, ഞാനും കൊളംബിയയിൽ പോയിട്ടില്ല, പക്ഷെ സ്പെയിനിൽ ഒരുപാട് പോയിട്ടുണ്ട്. എന്റെ മനസ്സിലെ മക്കോണ്ടോ സ്പെയിനിലാണ്, അല്ലാതെ സൗത്ത് അമേരിക്കയിലല്ല. കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം കുട്ടനാടിന് മീശ വായിക്കുന്ന പലരും കുട്ടനാട് എന്ന് കാണുന്നത് ചിലപ്പം ഫ്രാൻസിന്റെ സൗത്തിലുള്ള മാർഷസ് ആയിരിക്കും. കാരണം നമ്മുടെ മനസ്സിലുള്ള ഇമേജും ബുക്കിലുള്ള വാക്കുകളും വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അല്ലാതെ ട്രാൻസ്ലേറ്റർക്ക് അത് കൃത്യമായിട്ട് ട്രാൻസ്ലേറ്റർക്ക് ഒരു മെന്റൽ ഇമേജ് തരാൻ പറ്റില്ല. ഇല്ല, അത് ആവശ്യപ്പെടുന്നില്ല, വായനക്കാരൻ ആവശ്യപ്പെടുന്നില്ല അത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ രീതിയിൽ ഇപ്പം ഒരു വാക്കിന്റെ എനിക്കിപ്പം തോന്നിയിട്ടുള്ള ട്രാൻസ്ലേഷന്റെ ഒരു പ്രശ്നമായിട്ട് പലപ്പോഴും വാക്കുകളോ ഫ്രേസുകളോ അതിന്റെ സിൻടാക്സ്, നിങ്ങളിപ്പോൾ ഈ സിൻടാക്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, അത് വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു പണിയല്ലേ? ഒരു ഭയങ്കര ഇന്റലക്ച്വൽ പ്രോസസ് അല്ലേ? അത് ഇന്റലക്ച്വൽ പ്രോസസ് ആണ്. പക്ഷെ അത് കൂടാതെ ഈ സിൻടാക്സ് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് മലയാളത്തിന്റെ സിൻടാക്സ് അല്ല ഇംഗ്ലീഷിന്റെ സിൻടാക്സ്. ഇപ്പൊ മലയാളത്തിന്റെ സിൻടാക്സ് ഇംഗ്ലീഷിലെ സിൻടാക്സിനെ കുത്തി നിറച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് അല്ല, അത് വായിക്കാൻ ബുദ്ധിമുട്ടായി. രചനയുടെ രീതിയും മാറ്റും, രചനയുടെ അല്ല രീതി മാറ്റും. മലയാളത്തിന്റെ സിൻടാക്സ് അതേപോലെ പോലെ ഇപ്പൊ സന്ധ്യ എഴുതിയതോ അല്ലെങ്കിൽ ഹരീഷ് എഴുതിയതോ അതുപോലെ ഇരിക്കും. ഞാൻ അത് എടുത്തിട്ട് ഇംഗ്ലീഷിനെ പിടിച്ച് അതിന്റെ എന്ന് വെച്ചാൽ ഫിറ്റ് ചെയ്യാൻ നോക്കലല്ല. ഇംഗ്ലീഷിനെ കൊണ്ട് മലയാളത്തിന്റെ സിൻടാക്സിന് അനുസരിച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കലാണ്. അപ്പൊ അത് ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ
ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ നമ്മളെ സ്ഥിരമായിട്ട് പഠിപ്പിക്കുന്നതാണ് ഒരു സെന്റൻസിൽ ഡബിൾ നെഗറ്റീവ് ഉപയോഗിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അത് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് ചിലപ്പോൾ 1/2 മാർക്ക് തന്നെന്ന് വരും, ഫുൾ മാർക്ക് ഒരിക്കലും കിട്ടില്ല. അതേപോലെ പ്രൂഫ് റീഡേഴ്സ് പുസ്തകം വായിക്കുമ്പോൾ അവരതൊക്കെ മാറ്റി കറക്റ്റ് ചെയ്തിട്ടാണ് തിരിച്ചു തരാം. പക്ഷെ ഹരീഷ് ഡബിൾ നെഗറ്റീവ് മലയാളത്തിൽ ഉപയോഗിക്കുന്ന വളരെ ഭംഗിയായിട്ട് നീണ്ട സെന്റൻസിൽ ഉപയോഗിക്കുന്ന ഒരാളാണ് ഹരീഷ്. അപ്പൊ ഹരീഷിന്റെ ട്യൂണ് മലയാളത്തിൽ ഇംഗ്ലീഷിൽ വരണമെങ്കിൽ അത് അതേപോലെ എനിക്ക് ഉപയോഗിക്കണം. ആൻഡ് അപ്പൊ ഡബിൾ നെഗറ്റീവ് ഉപയോഗിച്ചിട്ട് പല ക്ലോസുകളും അറ്റാച്ച് ചെയ്തിട്ട് ഹരീഷിന്റെ സ്റ്റൈല് നമുക്ക് ഇംഗ്ലീഷിനെ കൊണ്ട് ഉണ്ടാപ്പിക്കും, ഗ്രാമർ തെറ്റില്ലാതെ. പക്ഷെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആവില്ല. അപ്പം പ്രൂഫ് റീഡർ അപ്പം ഇതെല്ലാം കറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയും ഇത് അത് വെക്കണം അതേപോലെ. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ജയശ്രീ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എല്ലാ പുസ്തകവും അത് ആരെഴുതിയതായാലും എല്ലാം ഒരേപോലെ ആവില്ലേ. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലാണ് ജയശ്രീ മാത്രമല്ല, ദേവിക ചെയ്യുന്നതോ ഫാത്തിമ ചെയ്യുന്ന ആരെ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ എല്ലാം സ്റ്റാൻഡേർഡ് ആയി പോകും. അപ്പൊ ഈ AI കറക്ഷൻ എഞ്ചിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരും കറക്റ്റ് ചെയ്തു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കറക്റ്റ് ചെയ്യും. കാരണം ഇതുവരെ അത് എത്തിയിട്ടില്ല, വരുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് മലയാളത്തിലൊന്നും അല്ല, മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് കറക്റ്റ് ചെയ്യും. ഇതുവരെ എഡിറ്റേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയുകയും ചെയ്യാം. പക്ഷെ ഈ പ്രോസസ്സിൽ ട്രാൻസ്ലേറ്റേഴ്സ് ഹാവ് ടു പുഷ് ബാക്ക്. നമ്മൾ പറയണം, കാരണം എല്ലാം സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആക്കുന്നതല്ല വിവർത്തനത്തിന്റെ ജോലി. അപ്പൊ സിൻടാക്സിനെ നോക്കാം, ഒരു സെന്റൻസിലെ താളത്തിനെ നോക്കാം, ഒരു അവരെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പങ്ക്ച്വേഷൻ ഉപയോഗിക്കുന്നത് ഇവർ. കാരണം ഇതെല്ലാം നോക്കാം. ഇപ്പൊ ഇംഗ്ലീഷിലൊരു സംഭവം ഉണ്ട്, എല്ലായിടത്തും ഈ നമ്മള് I too went away, ആ I, to, went away ഇതാണ് കറക്റ്റ് ഇംഗ്ലീഷ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ കോമയിട്ട് എഴുതുന്ന ആൾക്കാരല്ല, ചിലരുണ്ട്. ഇപ്പൊ ഞാൻ മലയാളം എഴുതുമ്പോൾ ഒരുപാട് കോമ, കാരണം ഇംഗ്ലീഷാണ് വരുന്നത്. ഞാൻ മലയാളം ഉപയോഗിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന പോലെയാണ്. ഞാൻ എഴുതുമ്പോൾ കോമയും സെമി കോളനും ഒക്കെ ഒരുപാട് ഇട്ടിട്ട് എഴുതുന്നത്. പക്ഷെ ഒരുപാട് മലയാളി റൈറ്റേഴ്സ് അങ്ങനെയല്ല, കാരണം അത് നമ്മുടെ മലയാളത്തിന്റെ ഭാഗമല്ല. ആ കോമ ഒക്കെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഉണ്ടായിക്കൊള്ളണമെന്ന് ആവശ്യമില്ല. പക്ഷെ ഇംഗ്ലീഷ് പ്രൂഫ് റീഡേഴ്സ് അത് ഇടാൻ നോക്കും. അപ്പം ഇപ്പൊ മുദ്രിതയുടെ പ്രൂഫ് വന്നപ്പം ഒരു 100,000 കോമ ഇട്ടിട്ടാണ് തിരിച്ചു വന്നത്. അപ്പൊ എന്റെ പണി അതൊക്കെ എടുത്ത് മാറ്റുക. കാരണം എന്താ വെച്ചാൽ ഈ കോമ ഇടുമ്പോൾ എംഫസിസ് മാറും സെന്റൻസിന്റെ. പക്ഷെ ജിസ ജോസിന്റെ സെന്റൻസിലെ എംഫസിസ് ആണ് എനിക്ക് ട്രാൻസ്ലേഷനിൽ കൊണ്ടുവരേണ്ടത്, അല്ലാതെ ഇംഗ്ലീഷ് ഭാഷ പറയുന്ന എംഫസിസ് അല്ല. അതാണ് വ്യത്യാസം. അപ്പൊ ഇങ്ങനെ ഈ സിൻടാക്സും വേർഡ് മാത്രമല്ല, പങ്ക്ച്വേഷൻ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഇപ്പൊ ഇംഗ്ലീഷും വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഇതിൽ നോക്കുമ്പം പിന്നെ ഈ ഇംഗ്ലീഷ്, അതായത് ജയശ്രീയുടെ ഇംഗ്ലീഷ് പുസ്തകം വായിച്ചപ്പോൾ എങ്ങനെയാണ് സന്ധ്യ മേരിക്ക് തോന്നിയത്? അതായത് മലയാളത്തിനെക്കാട്ടും അപ്പം മാർക്കേസ് പറഞ്ഞിട്ടുണ്ട്, റബ്ബാസയുടെ ട്രാൻസ്ലേഷനാണ് എനിക്ക് എൻ്റെ നോവലിനെക്കാട്ടും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു സന്ദർഭം ഉണ്ടായോ? ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഈ എൻ്റെ നോവലായിട്ടേ ജയശ്രീയുടെ നോവല് അല്ലാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറെ ഭയങ്കര എൻജോയ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വായിക്കാവുന്ന ഇൻഡിപെൻഡന്റ് നോവലാണ് മരിയ ജസ് മരിയ. അതേസമയം മരിയ വെറും മരിയ തന്നെയുമാണത്. അപ്പൊ ആ ഒരു ഒരിക്കലും അത് ട്രാൻസ്ലേഷൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ അതിനകത്ത് ട്രാൻസ്ലേഷനിൽ അതുപോലെ എനിക്ക് ജയശ്രീ ചെയ്തേക്കുന്ന ഈ നേരത്തെ ട്രാൻസ്ലേഷൻ, വാക്കുകളുടെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതിൽ എനിക്കതിനകത്ത് ബ്രില്യൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, കഞ്ഞാളം വല്യമ്മ എന്നുള്ളത് കഞ്ഞാളം വല്യമ്മ തന്നെയാ പറയുന്നത്. പക്ഷെ കഞ്ഞാളം എന്താണെന്ന് അടുത്ത ലൈനിൽ കൂടെ ജയശ്രീ ആ കഥയുടെ ഭാഗമായിട്ട് തന്നെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട്. അത് ഓരോ വാക്കും അതിന് എത്ര എഫേർട്ട് എടുക്കണം എന്നുള്ളത്. ഇപ്പം നമ്മളെപ്പോഴും പറയും ഇത് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് മരിയയുടെ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈ കഞ്ഞാളം വല്യമ്മ എന്നുള്ള കഞ്ഞാളം എന്താണെന്നുള്ള ഓരോ വാക്കും അടുത്ത ലൈനിലോ ആ ഫോളോയിങ്ങില് കഥയായിട്ട് തന്നെയാണ് ജയശ്രീ പറയുന്നത്. അത് എനിക്ക് ഏറ്റവും അതിനകത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് വന്നു. അതുപോലെ തന്നെ ഓരോ വാക്കുകൾക്കും വേണ്ടിയിട്ട് ജയശ്രീ ഇപ്പം നമ്മൾ തമ്മിൽ നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഇപ്പം ഒറ്റക്കാലൻ എന്നുള്ളത് എന്നാണ് എന്റെ നമ്മളുടെ ഒരു കാഴ്ചകൾ. നമ്മൾ ഈ പറഞ്ഞ ഹോളിവുഡ് സംഗതികളും സിറ്റ്കോംസും ഒക്കെ കുറെ കാണുന്നുണ്ട്. നമുക്ക് ക്രിപ്പിൾ ആദ്യം വരുന്നത്. അപ്പൊ ഞാൻ ജയശ്രീ നമ്മൾ അങ്ങനെ ഒരു ജയശ്രീ 1 ലെഗ്ഡ് ആയിരുന്നിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എങ്ങനെയാ എനിക്ക് ക്രിപ്പിളാ മനസ്സിലുള്ളത്. അപ്പൊ ജയശ്രീ അത് നമുക്ക് ആ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് അറിയില്ല. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കും പഠിക്കാൻ പറ്റി അതിനകത്ത്. ഇപ്പം അല്ല, എനിക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് പറയാൻ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല, അങ്ങനെ ഒരു വാക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ആ വാക്ക് എനിക്ക് ഇഷ്ടം, ആ ഫ്രേസ് എനിക്ക് ഇഷ്ടമല്ല. നമ്മള് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല ഇവിടെ നോക്കുന്നത്. നമ്മള് മറ്റൊരു മനുഷ്യനോട്, അതായത് ക്രിപ്പിൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യനോട് നമുക്ക്
ഒരു മാനുഷികതയോടെ പെരുമാറാമോ? അപ്പൊ അയാളുടെ കാലില്ലാത്ത അവസ്ഥയെ എന്താ പറയാ ഒരു കുറവായിട്ട് കാണുന്നതാണ് ക്രിപ്പിൾ എന്ന വാക്ക്. അപ്പൊ അത് അവരോട് പൊളിറ്റിക്കലി എനിക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ല, നമ്മള് അന്യോന്യം അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതേപോലെ ആ ഭാഷ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ മരിയയിലെ ആ കോണ്ടെക്സ്റ്റില് ഒരാളുടെ ഒരു കാല് പോയി അയാളൊരു ഒറ്റക്കാല്, അതായത് അയാൾക്ക് ഒരു കാലില്ല മറ്റേ കാലുണ്ട് എന്നുള്ളത്, അതിന് വൺ ലെഗഡ് ആണ്. ഇപ്പൊ അതേസമയം ഒരു ക്യാരക്ടർ, ഒരു നോവലിലെ ഒരു ക്യാരക്ടർ ഒരാളെ ഇതേപോലെ മനുഷ്യത്വം ഇല്ലാതെ ക്രിപ്പിൾ എന്ന് വിളിക്കുന്ന അവസ്ഥയാണെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കും. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റിന് എന്താ വേണ്ടത് എന്നുള്ളതാണ്. കറക്റ്റ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും പറയുന്നത് പുസ്തകത്തിൽ നമ്മൾ ലിറ്ററേച്ചറിൽ അങ്ങനെ പൊളിറ്റിക്കൽ, ഞാൻ എഴുതുന്ന ലേഖനങ്ങളിലെ ഞാനത് നോക്കേണ്ടതുള്ളൂ. ലിറ്ററേച്ചറിൽ അത് നോക്കേണ്ടതല്ല, എനിക്ക് ക്യാരക്ടർ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ പല സ്ഥലത്തും അങ്ങനെ ഒരു ബാധ്യതയായി വരുന്നുണ്ട്. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ളത് അതിന്റെ ഒരു നല്ല അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയും, ഇപ്പം ബസ്സിനകത്ത് ഇപ്പം നമ്മൾ ഹാൻഡിക്യാപ്ഡ് എന്ന് എഴുതി വെക്കുന്നതിന് പകരം ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് എഴുതുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയുടെ ഡിസേബിൾഡ് മതി. കാരണം ഇതിന്റെയൊക്കെ നമ്മൾ മറക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ലെങ്കിൽ ദിവ്യാംഗം എന്ന് നമ്മുടെ അല്ല മോദി കൊണ്ടുവന്ന വാക്കാണ്. അതായത് ദൈവത്തിന്റെ അത് ഗാന്ധി ഹരിജൻ എന്ന് വിളിച്ച പോലെ ഇതൊന്നും അറിയാത്തവരാണ് പേരിടുന്നത്. പക്ഷേ ഈ ഡിസേബിലിറ്റി മൂവ്മെന്റ്, പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് വന്ന വാക്ക് ഡിസേബിൾഡ് ആണ്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഡിസേബിലിറ്റി കാലില്ലാത്തതോ കൈയില്ലാത്തതോ സംസാരിക്കാൻ പറ്റാത്തതോ അല്ല ഡിസേബിലിറ്റി. സമൂഹം അതിനെ എങ്ങനെ കാണുന്നു. ഇപ്പൊ കാലോ കയ്യോ ഇല്ലാത്ത മൊബിലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർക്ക് എല്ലായിടത്തും റാമ്പും പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊരു ഡിസേബിലിറ്റി അല്ല, അത് സമൂഹത്തിന്റെ ഭാഗമാണ്. പക്ഷെ അതൊന്നുമില്ല, എവിടെയാണെങ്കിലും കൊത്തിപ്പിടിച്ച് കയറണം, ലിഫ്റ്റ് ഇല്ല, റാമ്പ് ഇല്ല, ബസ്സിൽ കയറാൻ വയ്യ എന്നൊക്കെ ആകുമ്പോൾ അത് ഡിസബിലിറ്റി ആവും. പക്ഷെ ഡിസബിലിറ്റി കാലില്ലാത്തതല്ല, സമൂഹം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഡിസബിലിറ്റി. അതുകൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ മോഡൽ ഓഫ് ഡിസബിലിറ്റി എന്ന് വരുന്ന വാക്ക് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഡിസേബിൾഡ് ആയിട്ടാണ്. ഡിഫറൻ്റ്ലി ഏബിൾ, ഹാൻഡിക്യാപ്ഡ്, മറ്റേത് മറിച്ചതൊക്കെ നമ്മൾ ഡിസേബിൾഡ് അല്ലാത്ത ആൾക്കാർ കൊടുക്കുന്ന വാക്കുകളാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ല ഇവിടെ പ്രധാനം. ഇവിടെ പ്രധാനം നമുക്ക് ആ എന്തവസ്ഥയായാലും, നമ്മൾ എന്ത് ഡിസ്ക്രിമിനേറ്ററി എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന അവസ്ഥയായാലും അത് അനുഭവിക്കുന്നവർക്ക് പറയാനൊരു വാക്കുണ്ടെങ്കിൽ, അവർക്ക് അവരെടുത്ത ഒരു വാക്കുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഇപ്പോൾ ഈ ട്രാൻസ്ലേഷനെ കുറിച്ച് നേരത്തെ സംസാരിച്ചതിലൊക്കെ തന്നെ ജയശ്രീ പറയുന്നുണ്ട്. കാരണം ജയശ്രീ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു പുസ്തകം സെലക്ട് ചെയ്യുമ്പം അതിനോടൊരു ആ പുസ്തകത്തോടുള്ള ഒരു സ്നേഹം, അതായത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സ്നേഹവും കൂടിയാണ്. അപ്പോൾ അത് ജയശ്രീ വിചാരിക്കുന്ന അല്ലെങ്കിൽ ജയശ്രീയുടെ ചിന്തകളിൽ വരുന്ന ഒരു ഏരിയയിലുള്ള പുസ്തകമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ സന്ധ്യാമേരിയുടെ പുസ്തകത്തിലും അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതെന്താണ് അതിനകത്ത് പ്രത്യേകമായിട്ട് പറയാനുള്ളത്? ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഇഷ്ടം എന്ന് പറയുന്നതും വളരെ ഒരു നമ്മൾ സബ്ജക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്ന ഇഷ്ടവും സോഷ്യലി പൊളിറ്റിക്കലി കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പൊ ഞാനെന്ന സോഷ്യൽ പൊളിറ്റിക്കൽ ജീവിയുടെ ഇഷ്ടങ്ങളൊക്കെ ആ ഒരു കോണ്ടെക്സ്റ്റ് ഒന്നും കൂടി ഉണ്ടാകും. അപ്പം അതിപ്പം എന്താ പറയാ, പുസ്തകം വായിക്കുന്ന രസമായാലും ഭാഷയുടെ രസമായാലും കഥയുടെ രസമായാലും ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പം മരിയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ എഴുത്തും അതിലെ സന്ധ്യയുടെ എഴുത്തിലെ ഒരു ഹ്യൂമർ ഉണ്ടല്ലോ, അങ്ങനത്തെ ആ ഒരു പ്രത്യേക തരം എഴുത്ത് മലയാളത്തിൽ ഞാൻ അധികം വായിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു എഴുത്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയാം. കാരണം എനിക്ക് വേറെ ഒരു പുസ്തകം മലയാളത്തിൽ അങ്ങനെ ആലോചിച്ചെടുക്കാനില്ല ഇതുപോലെ എഴുതിയിട്ടുള്ള. എന്ന് വെച്ചാൽ ഒരു ഇറവറൻസ് നോവലിന്റെ ഫോമിനോടും നോവലിൽ ഉപയോഗിക്കുന്ന ഭാഷയോടും, അല്ലെങ്കിൽ മലയാള ഭാഷ ഇങ്ങനെ ഉപയോഗിക്കുള്ളൂ എന്നാലേ ഭാഷ നന്നാവുള്ളൂ എന്നുള്ള ഈ വക തത്വങ്ങളോടൊക്കെ ഒരു ഇറവറൻസ് ഉണ്ട് ആ എഴുത്തിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ മാതിരി ഇതിൽ പറയുന്ന ഭ്രാന്ത് എന്നുള്ള അവസ്ഥ, 25 കൊല്ലം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണിയുടെ തിയറി ഫിലോസഫിയൊക്കെ വളരെ സിമ്പിളായിട്ടൊരു കഥയിൽ കൂടെ, അതായത് ഒരു കുഞ്ഞു കുട്ടിയുടെയും ഒരു പട്ടിയുടെയും കൂടെ കഥ, ഒരു അപ്പച്ചൻ്റെയും കൂടെ കഥയിൽ കൂടെ സുഖമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലും എളുപ്പത്തിൽ ഞാൻ 50 എസ്സേ എഴുതിയാലും ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്തായി പറയുന്നത്. അപ്പൊ അത് ആ രണ്ട് കാരണങ്ങളാണ്. ഇതിനകത്ത് ജെൻഡർ, അതായത് അതിനെപ്പറ്റി നിങ്ങൾ പരാമർശിക്കുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ പലപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് പിന്നെ എനിക്ക് സന്ധ്യാമേരി പറഞ്ഞതിൽ ഒരു വളരെ ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റൻസ്, അതായത് നമ്മളെപ്പോഴും പറയുന്നതാണ്, മലയാള ലിറ്ററേച്ചറിൽ പ്രത്യേകിച്ചും പറയും, അമ്മയുടെ ഗർഭപാത്രത്തിലെ ആ ദിനങ്ങൾ എന്നൊക്കെ പറയും. എന്താണെന്ന് ആർക്കും ഒരു ഓർമ്മയുണ്ടാവില്ല എന്നുള്ളത് സയൻറ്റിഫിക്കലി നമുക്ക് തോന്നുമെങ്കിലും
ആ ഒരു കാലഘട്ടമാണ് ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിന് പിന്നെ സന്ധ്യാമേരി പറയുന്നത് നോവലിൽ തന്നെ പറയുന്നത് അത് ഒരു സ്ത്രീയും അങ്ങനെ പറയില്ല, പുരുഷന്മാരുടെ ഒരു നെറേറ്റീവിലാണ് അത് വരുന്നുള്ളൂ എന്ന് പറയുന്നത്. അല്ല, എനിക്ക് തോന്നിയിട്ടില്ല, അമ്മയുടെ ഗർഭപാത്രത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ജനറലി വരുന്നുണ്ട്. അതെന്താ അങ്ങനെ വരില്ല എന്ന് പറയാൻ കാരണം എന്താ? പിന്നെ സന്ധ്യാമേരി അതൊരു കൃത്യം ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം, അതല്ലാണ്ട് അത് ഇന്ന തിയറി പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്ന ഒരു കാര്യമല്ല അത്. പൊതുവെ ഞാൻ കാണുന്ന ഒരു സ്ത്രീകളും ഈ ഗർഭപാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നൊസ്റ്റാൾജിക് അല്ല. അതേസമയം ആണുങ്ങൾക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് അമ്മയുടെ ഗർഭപാത്രം അത് ആ ഒരു കണ്ടേക്കുന്ന കാര്യം മാത്രമാണ് അവിടെ. ഇപ്പം സാഹിത്യത്തിലും അത് തന്നെ ഞാൻ കണ്ടിട്ടില്ല സ്ത്രീകൾ ഇതിനെപ്പറ്റി ഭയങ്കര നൊസ്റ്റാൾജിയൊക്കെ ആയിട്ടിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു അവർ കുറെ പ്രാക്ടിക്കലി ലൈഫിലോട്ട് അങ്ങോട്ട് ഇറങ്ങുക സ്ത്രീകള്. അവർക്ക് ജീവിതം മുന്നോട്ടുണ്ട്, ആ ഗർഭപാത്രം ആലോചിച്ചിരിക്കാൻ സമയമില്ലെന്ന് തോന്നുന്നു പൊതുവെ സ്ത്രീകൾക്ക്. ആണുങ്ങൾക്കാണ് എപ്പോഴും ഇതിന് നൊസ്റ്റാൾജി ആയിട്ട് സാഹിത്യത്തിലായാലും പിന്നെ കുറച്ച് ജനറലി ആണുങ്ങൾക്കുള്ള ഒരു സംഗതിയാണ് അത്. എൻ്റെ ഒരു മരിയ കൃത്യമായിട്ട് അങ്ങനെ ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാൻ പറയുന്നതിനേക്കാൾ അതൊരു കാണുന്ന കാഴ്ചയാണ്, ആളുകളുടെ ഒരു വിചാരം തന്നെയാണ് ഞാൻ അവിടെ എഴുതിയേക്കുന്നത്. ഈ നോവൽ അവസാനിക്കുന്നത് പുവർ മറിയ എന്നുള്ള രീതിയിലാണ്, അതായത് ഒരു പാവം മറിയ എന്നുള്ള രീതിയിലാണ്. അതിനെപ്പറ്റി ജയശ്രീ തന്നെ സന്ധ്യയോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വലിയൊരു ഘടനയുള്ള ഒരു നോവലിൻ്റെ അവസാനം പുവർ മറിയ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ജയശ്രീക്ക് എന്താണ് അതിലൊരു കൺഫ്യൂഷൻ തോന്നാൻ കാരണം? എന്തുകൊണ്ട് അങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ പുവർ മരിയ എന്ന് അവിടെ പറയുന്നുണ്ടെങ്കിലും മരിയ പുവർ അല്ല ആ സമയത്ത് ഒരു തരത്തിലും. ആ പുവറിന്റെ പല അർത്ഥങ്ങൾ നമ്മൾ എടുത്ത് പാവം മരിയ പാവം തന്നെ പല അർത്ഥങ്ങളുണ്ടല്ലോ. അപ്പൊ അതാണ് ഞാൻ ക്യൂരിയസ് ആയിട്ട് ചോദിച്ചത് എന്ന് വെച്ചാൽ അങ്ങനെ നിർത്തിയത് എന്താ. പക്ഷെ യു ക്യാൻ ഓൾസോ കാണുകയും ചെയ്യാം, നമ്മൾ വായിച്ചു പോകുമ്പോ നമുക്ക് കാണുക. എന്നാലും അങ്ങനെ അവസാനിപ്പിക്കുമ്പോ പാവം മരിയ എന്ന് പറയാൻ എന്താണ് കാരണം എന്നുള്ളതാണ്. ഈ പുവർ മരിയ പാവം മരിയാന്ന് മരിയെ പറ്റി ഒരു ഒറ്റ സ്ഥലത്തേ പറയുന്നുള്ളൂ, അത് ആ അവസാനിക്കുന്ന ആ കോണ്ടെക്സ്റ്റിൽ മാത്രം വരുന്ന കാര്യമാണ്. അത് ഈ പറഞ്ഞതുപോലെ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് മനസ്സുള്ള ഒരു മരിയെ നമ്മൾ എവിടെ നിന്നാണ് നോവൽ തുടങ്ങുന്നത്, ആ അവസാനിക്കും ആ മരിയക്ക് അറിയില്ല. മരിയ പറയുന്നുണ്ട് ഞാൻ നോവലൊന്നും എഴുതാൻ പോകുന്നില്ല, പക്ഷെ മരിയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തിരുന്ന് എനിക്ക് ഏറ്റവും ആ നോവലില് ആളുകൾ പറയുന്ന പോലെ തന്നെ ഞാനും ആ നോവൽ വായിച്ച് ഇപ്പോഴും ചിരിക്കാം, എനിക്ക് ഇപ്പോഴും കരയണ പല സ്ഥലമുണ്ട്. എനിക്ക് ഏറ്റവും കരച്ചിൽ വരുന്ന ഒരു സംഗതി, മറിയ 1 മണിക്കൂർ കരയാതിരിക്കാൻ നോക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട്. കരയാണ്ട് ആ ശ്രമം വിജയിച്ചു കഴിയുമ്പോൾ മറിയ സ്വയം ചോദിക്കുന്നുണ്ട്, ഇതാണോ ഇങ്ങനെയൊക്കെ യുദ്ധം ജയിക്കേണ്ടതുണ്ടോ, ഇതാണോ മനുഷ്യൻ പറയുന്ന പ്രാക്ടിക്കൽ നോർമൽ ലൈഫ്. അങ്ങനെ റിയലൈസ് ചെയ്യേണ്ട ഒരവസ്ഥയിൽ സമൂഹം എത്തിക്കുന്ന ആ മരിയെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. അറിയില്ല അത് പുറത്തുനിന്നുള്ള ഒരു പറച്ചിലാണ്. പൂർ മരിയ ആ മരിയക്ക് അറിയില്ല ദാറ്റ് ഇവിടെ നിന്ന് ഞാൻ നോർമലായി എന്ന് ആ മരിയ റിയലൈസ് ചെയ്യുന്നത് ഭയങ്കര സങ്കടമുള്ള, ഞാൻ സമൂഹം പറയുന്ന ആ നോർമൽ എന്ന സ്ഥലത്തോട്ട് എത്തി എന്നുള്ളത് എനിക്കും ഭയങ്കര പെയിൻഫുൾ ആണത്. മരിയക്കും എന്ത് കഷ്ടാണ് മരിയ അങ്ങനെ ആക്കിയത്. അതാണ് ആ പൂർ മരിയ.